നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. കണ്ണൂരിലെ മുൻ ADM നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണത്തിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യയെ മാത്രം പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം. നവീൻ ബാബുവിനെതിരെ ഉയർന്ന കൈക്കൂലി അടക്കമുള്ള ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് ഇതേപ്പറ്റി അന്വേഷിച്ച ജോയിൻറ്റ് ലാൻഡ് റവന്യൂ കമ്മീഷണർ കണ്ടെത്തിയിട്ടും പി ദിവ്യ നവീൻ ബാബുവിനെ കരുതിക്കൂട്ടി പരസ്യമായി അപമാനിച്ചതെന്തിനാണെന്ന് കണ്ടുപിടിക്കാൻ പോലും പോലീസ് തയ്യാറാകുന്നില്ല. നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ സംശയങ്ങൾ ദൂരീകരിക്കാനും അന്വേഷണ സംഘത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കുടുംബത്തിൻ്റെ ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും തള്ളിയ സാഹചര്യത്തിൽ അവർ സുപ്രീം കോടതിയെ സമീപിക്കാനിരിക്കെ ജോയിൻറ്റ് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ റിപ്പോർട്ട് അവരുടെ ആവശ്യത്തിന് മതിയായ പിൻബലം നൽകുന്നതല്ലേ? ജന ഡിബേറ്റ് വളരെ ഗൗരവത്തോടെ ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണത്തിൽ അദ്ദേഹത്തിനെതിരെ കള്ളപ്പരാതി ഉന്നയിച്ച പ്രശാന്തനെ ഏറ്റവും ചുരുങ്ങിയ പക്ഷം പോലീസ് പ്രതിയാക്കാത്തത് എന്തുകൊണ്ട്? ഇടത് സൈദ്ധാന്തികൻ പണ്ഡ്യാല ഷാജി, റിട്ടയർഡ് അണ്ടർ സെക്രട്ടറി സ്റ്റാലിൻ ദേവൻ, നവീൻ ബാബുവിൻ്റെ ബന്ധു അഡ്വക്കേറ്റ് അനിൽ P. നായർ, അഭിഭാഷകൻ അഡ്വക്കേറ്റ് പ്രമോദ് കൊണ്ടത്ത് എന്നിവ ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ശ്രീ പണ്ഡ്യാല ഷാജി, ജോയിൻറ്റ് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പ്രശാന്തൻ നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തിട്ടില്ലെന്ന് പറയുന്നുണ്ട്. പ്രശാന്തൻ്റെ പെട്രോൾ പമ്പിനുള്ള അപേക്ഷയിൽ നവീൻ ബാബു തീരുമാനം വൈകിപ്പിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. സർക്കാർ നിയോഗിച്ച കമ്മീഷൻ്റെ കണ്ടെത്തലുകൾക്ക് ഘടകവിരുദ്ധമായത് ആക്ഷേപമായി ഉന്നയിച്ച പ്രശാന്തനെ പോലീസ് ഇപ്പോഴും വിശുദ്ധനായി കൊണ്ടു നടക്കുന്നത് എന്തിനാവും? തീർച്ചയായും അവിടെയാണ് അതിൻ്റെ ഗൂഢാലോചന റിവീൽ ചെയ്യപ്പെടേണ്ടത്. ഇവരുടെ റിപ്പോർട്ട്, കമ്മീഷൻ്റെ റിപ്പോർട്ട്, ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷണർ റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിശ്ചയമായും മറ്റൊരു ആലോചനയും നടത്താതെ ഇതൊരു പുനരന്വേഷണം നടത്താനുള്ള സാധ്യതയാണ് ഇതിലൂടെ തെളിയുന്നത്. അത് മാത്രവുമല്ല, ഇത് CBIയെ കൊണ്ട് ഈ കേസ് അന്വേഷിപ്പിക്കണമെന്നും നിശ്ചയമായി നമുക്ക് ആവശ്യപ്പെടാവുന്നതാണ്. ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന ഒരു ഘടകം, ഇത്രയും വലിയ 3 IPS ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ളവരുടെ അന്വേഷണ സംഘം ഉണ്ടായിട്ടും എങ്ങനെയാണ് ഈ അന്വേഷണത്തിൻ്റെ പരിധിക്കകത്തേക്ക് ഒരു തവണ പോലും വിളിച്ച് മാന്യമായ രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യാത്ത വിധത്തിലേക്ക് ഈ TV പ്രശാന്തൻ എന്ന് പറഞ്ഞ ആൾ ഇതിനകത്ത് മാറി നിൽക്കുന്നത്? രണ്ടാമത്തെ വിഷയം വരുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ, പ്രശാന്തൻ കത്തയച്ചു, പരാതി നൽകി അയച്ചു എന്ന് പറയുന്നത് AKG സെന്ററിനകത്ത് പാർട്ടി AKG സെന്ററിന്റെ സെക്രട്ടറിയായി പണിയെടുക്കുന്ന ആൾക്ക്, അദ്ദേഹത്തിന്റെ ബന്ധുവും കൂടിയാണ്, അദ്ദേഹത്തിനാണ് അയച്ചത് പറയുന്നത്. ഇദ്ദേഹത്തെയും പോലീസ് എന്തുകൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല? ഈ 2 സംഭവങ്ങൾ ചോദ്യം ചെയ്തില്ല എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇതിന് അകത്ത് വളരെ കൃത്യമായിരിക്കുന്ന ദുരൂഹമായിരിക്കുന്ന ഇടപാടുകൾ നടന്നിട്ടുണ്ട്. ഈ ദുരൂഹമായിരിക്കുന്ന ഇടപാടുകൾ നടന്നിട്ടും ആ ദുരൂഹമായിരിക്കുന്ന ഇടപാടുകൾ ഒരിക്കലും റിവീൽ ചെയ്യപ്പെടാതിരിക്കാനാണ് ഇതെന്ത് ചെയ്യുന്നത്? ഇത് പി ദിവ്യ എന്ന് പറയുന്ന പി ദിവ്യയുടെ നാക്കിന്റെ വിഷയം അവിടെ ഉണ്ട്, അത് അവിടെ നിൽക്കട്ടെ. ആ സംഭവത്തിലേക്ക് മാത്രമായിട്ട് ഇത് ചുരുക്കുകയും ഇതിന് ഗൂഢാലോചന നടത്തിയിരിക്കുന്ന ആളുകൾ മുഴുവൻ തന്നെ കളത്തിൽ നിന്ന് പുറത്താവുകയും ചെയ്തു. പോലീസ് എന്ന് പറയുന്ന സംവിധാനം വാസ്തവത്തിൽ ആർക്ക് വേണ്ടിയുള്ളതാണ്? സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യർ പരാതി പറഞ്ഞാൽ ആ പരാതി അന്വേഷിക്കേണ്ടിയിരിക്കുന്ന പോലീസാണ് ഈ തരത്തിലുണ്ടായിരിക്കുന്ന മുഴുവൻ വൃത്തികേടുകൾക്കും കൂട്ടുനിൽക്കുകയാണ്. ഒരു തരത്തിലുള്ള മനസാക്ഷി കുത്തുമില്ലാതെ സംസ്ഥാന സർക്കാർ ഇതിന് പ്രഖ്യാപിക്കുകയാണ്. ഇത് 3 IPS ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കുകയാണ്. 300 IPS ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ചു എന്ന് വന്നാൽ പോലും നിലവിലുള്ള സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ അന്വേഷണത്തിൽ അവരുടെ കീഴിൽ നിന്ന് നടത്തുന്ന ഈ അന്വേഷണത്തിനകത്ത് യാതൊരു വിധത്തിലുണ്ടായിരിക്കുന്ന നീതിയും ലഭിക്കില്ല എന്ന് ഇതുവരെ ഉണ്ടായിരിക്കുന്ന അന്വേഷണത്തിന്റെ പൊതു റിസൾട്ട് അതാണ്. അത്തരം റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടെ വരുന്നുണ്ട്. കേരളം ഇതുപോലെ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു വലിയ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? കേരളം ഇതുപോലെ ഇത്ര വേദനാജനകമായ സംഭവം, ഇത്രയേറെ ഗൗരവതരമായിരിക്കും സംഭവം. കലക്ടർക്ക് തൊട്ട് താഴെ വരുന്ന പദവിയിലുള്ള ഒരാൾ ആത്മഹത്യയാണോ അല്ല കൊലപാതകമാണോ എന്ന് ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല.
ഇത്തരമൊരു സംഭവത്തിന്റെ മേലെ വ്യാപകമായ തോതിൽ മലബാർ മേഖലയിൽ പ്രത്യേകിച്ച് കണ്ണൂരിൽ ഇതിൻ്റെതായിരിക്കുന്ന തോതിലുണ്ടായിരിക്കുന്ന പിന്നെ പൊതുപരിപാടികൾ, ധർണകൾ, സമരങ്ങൾ ഇതൊക്കെ നടന്നിട്ട് പോലും ബഹുമാനപ്പെട്ട കോടതി എന്താണ് പൊതുജനങ്ങൾക്കുണ്ടായിരിക്കുന്ന ഒരു വലിയ സംശയത്തിന്റെ സാധ്യതയെ തരിമ്പും പരിഗണിക്കാത്ത വിധത്തിലേക്ക് അത് നിലവിലുള്ള അന്വേഷണ സംഘം തന്നെ അന്വേഷിച്ചാൽ മതിയെന്ന് പറയാവുന്ന ഒരവസ്ഥയിലേക്ക് ഒരു തീർപ്പ് കൽപ്പിക്കുന്ന അവസ്ഥ വരുമ്പോഴാണ് നീതിന്യായ പീഠം എന്തായിത്തീരുന്നത്. സത്യത്തിൽ നീതിന്യായ പീഠം വാസ്തവത്തിൽ പിന്നെ വളരെ എന്താ പറയുക ഒരു ഖേദകരമായ ഒരു അവസ്ഥ എടുത്തിട്ടുവെന്ന് വളരെ വിഷമത്തോടെയാണെങ്കിലും പറയേണ്ടി വരും. ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം നിങ്ങൾ ശ്രദ്ധിച്ചോ. പി ദിവ്യ ഈ റിട്ടയർമെന്റ് പ്രോഗ്രാമിന്റെ സമയത്ത് പോയി പി ദിവ്യ നടത്തിയിരിക്കുന്ന വമ്പിച്ച ഗീർവാണുണ്ടല്ലോ. ഈ ഗീർവാടും പി ദിവ്യ വലിയ ഇവിടെയും വരുന്നൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. അതിനേക്കാൾ മുമ്പിൽ വരുന്നൊരു പ്രധാനപ്പെട്ട വിഷയം അതോട് വിട്ടു. അതുകൊണ്ടാണ് വരുന്നൊരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കണ്ണൂരിലെ പ്രമുഖ നേതാവായിട്ടുള്ള പിന്നെ എൻ്റെ സുഹൃത്തുമാണ് അദ്ദേഹമാണ് ഇതേ സംഭവത്തിനകത്ത് ആരോപണ വിധേയമല്ല, അതിനകത്ത് നേരിട്ട് പങ്കാളിത്തമുണ്ടെന്ന് പറഞ്ഞൊരു ചാനലിന്റെ റെക്കോർഡ് റൂമിനകത്ത് ഇരുന്നിട്ട് നവീൻ ബാബുവിന്റെ ആത്മഹത്യയേക്കാൾ എന്നെ ഞെട്ടിച്ച വിഷയവും എന്നെ സങ്കടപ്പെടുത്തിയ വിഷയവും ഒരു രാഷ്ട്രീയ പ്രവർത്തകയായിരിക്കുന്ന പി ദിവ്യയുടെ എന്താ പറയുക പിറകോട്ടടിയാണ് എന്ന് പറയാം, അല്ലെങ്കിൽ അവർക്കുണ്ടാക്കുന്ന ഡാമേജസ് ആണ് എന്ന് പറയാവുന്ന ഒരു അവസ്ഥ പറയുമെന്ന് പറഞ്ഞാൽ അയാൾ എങ്ങനെയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രവർത്തകനും നേതാവുമാവുന്നത്? ബാക്കിയവർക്ക് CPM വിട്. പക്ഷെ CPM പോലും പറയാതിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രതിനിധീകരിച്ചു വന്നിരിക്കുന്ന പിന്നെ ഇദ്ദേഹം ഇത്തരം ഒരു പ്രസ്താവന നടത്തി. ഈ പ്രസ്താവന നടത്താൻ ഇതിനെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? ഈ ഘടകത്തിനകത്ത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു സംഭവമുണ്ട്. ഇപ്പോൾ ഈ ലാൻഡ് റവന്യൂ പിന്നെ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട് വരുന്നുണ്ട് എന്ന മുൻധാരണ വരുന്നപ്പോൾ ആ ധാരണയെ കൂടി മൈനസ് ചെയ്യാനാണ് ഇത്തരത്തിലുണ്ടായിരിക്കുന്ന ഒരു എന്താ പറയുക ഒരു ഇന്റർവ്യൂ വളരെ ബോധപൂർവ്വം സംഘടിപ്പിക്കുകയും അതിന്റെ മേലെ ഒരു ഡിസ്കഷൻ ഉണ്ടാക്കുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നാം അന്വേഷിക്കേണ്ട ഒരു വിഷയം എന്താണ്? പി ദിവ്യ എന്ന് പറയുന്ന ഒരു കേഡർ എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം? കേഡർ എന്ന് പറഞ്ഞാൽ ഭരിക്കാനുള്ളവൻ മാത്രമല്ല, നയിക്കാനുള്ളവർ മാത്രമല്ല, മറ്റുള്ളവന്റെ സങ്കടം എന്താണെന്ന് തിരിച്ചറിയുന്നവരും കൂടിയാണ് കേഡർ. അതിനു പകരം വളരെ കൃത്യമായിരിക്കുന്ന CPMന്റെ ചില പ്രത്യേകമായ നേതാക്കന്മാരുടെ മൂശയിലിട്ട് വാർത്തെടുക്കപ്പെട്ട് നേതാവായി സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്ന ആൾക്ക് മാത്രമാണ് ഇത്ര അസംബന്ധവും ആയിരിക്കുന്ന ധിക്കാരപരമായിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇതുപോലൊരു കലക്ടറുടെ മുമ്പിൽ വെച്ച് പറയുന്നു. ഇവിടെയാണ് കലക്ടറുടെ ബോഡി ലാംഗ്വേജ്. ഞാനിത് മുന്നേ ഒരു തവണ പറഞ്ഞതാണ് മിസ്റ്റർ ഓർക്കുന്നുണ്ടാവും. അതിനകത്ത് അദ്ദേഹത്തിന്റെ ഒരു മൂക്ക് ചോർന്നിട്ടുള്ള ഒരു പ്രയോഗം, ഒരു ബോഡി ലാംഗ്വേജ്. ആ ലാംഗ്വേജ് എന്താണ്? അദ്ദേഹം ഇത് മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായും ഇതിനകത്ത് ആരെയും അന്വേഷിക്കേണ്ടതുണ്ട്. ഇവിടെ അതിനകത്ത് കലക്ടറെയും ഇതിനകത്ത് പ്രതിയേർക്കുകയോ അല്ലെങ്കിൽ ഈ സംഭവത്തിനകത്ത് അന്വേഷണ വിധേയമായി അദ്ദേഹത്തെ ക്വസ്റ്റ്യൻ ചെയ്യുകയോ വേണം. പക്ഷേ നിലവിലുള്ള അന്വേഷണ സംഘത്തിനകത്ത് ആരാണ് കണ്ണൂർ ജില്ലാ കലക്ടറെ ക്വസ്റ്റ്യൻ ചെയ്യുക? ഇതൊന്നും നടക്കാതിരിക്കാവുന്ന അവസ്ഥയിൽ വരാവുന്ന വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു ഏർപ്പാട് നടത്തി വെച്ച് കഴിഞ്ഞാൽ ആ നടത്തി വെച്ചതിന്റെ ദുരന്തം എന്താണ്? വാസ്തവത്തിൽ ദുരന്തം ഒന്ന് മാത്രമാണ്. ഈ സംഭവം ഒരിക്കലും അന്വേഷിക്കുകയോ ഇത് അവിടത്തേക്ക് അവസാനിച്ചു പോകുന്നത് പിന്നെ ബോധ്യം അല്ലെങ്കിൽ അങ്ങനെ കരുതുകയോ വന്നിരിക്കുന്ന ഘട്ടത്തിലാണ് വെള്ളടി പോലെ ഈ പിന്നെ ജോയിന്റ് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ റിപ്പോർട്ട് വരുന്നത്. ആ റിപ്പോർട്ട് വന്നതിന് ശേഷം സ്വാഭാവികമായി എന്ത് ചെയ്യണം? മറ്റൊരു തരത്തിൽ അതൊരു വാസ്തവത്തിൽ അതെന്താണത്? അതൊരു വളരെ കൃത്യമായി സത്യസന്ധമായി റിവീൽ ചെയ്തിരിക്കുന്ന രേഖയാണത്. ആ രേഖ വരുമ്പോഴാണ് ഇത്തരത്തിൽ അത് ഒരു ആരോപണങ്ങളും ആർക്കും ഉന്നയിക്കാനില്ല. ഈ ആത്മഹത്യ ചെയ്തതാണോ അല്ല കൊലപാതകം ചെയ്യപ്പെട്ടതാണോ ഒന്നും പറഞ്ഞിട്ടില്ല, ആരോപിക്കപ്പെട്ടിട്ടില്ല. ഈ നവീൻ ബാബുവിനായിട്ട് ഇത്തരത്തിലുള്ള ഒരു സംഭവങ്ങളും ഇല്ല എന്ന് ആ കമ്മീഷൻ റിപ്പോർട്ട് അസന്നിഗ്ധമായി വരയിടുന്നു. ഈ അസന്നിഗ്ധമായി വരയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പോലും എവിടെയാണ് അന്വേഷണ കമ്മീഷന്റെ നിലപാടുകൾ? എന്താണ് അന്വേഷണ കമ്മീഷൻ ഇപ്പോഴും അന്വേഷിക്കുന്നത്? ഇതൊന്നും അന്വേഷിക്കില്ല എന്ന് പറയാൻ അർത്ഥം എന്താണ്? ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. അതിനർത്ഥം ഈ നടത്തിയിരിക്കുന്ന ഗൂഢാലോചനക്കകത്തെ ബിഹൈൻഡ് ദ കട്ടറിൽ വന്നിരിക്കുന്ന വമ്പൻ സ്രാവുകളെ രക്ഷിക്കാനുള്ള രക്ഷിക്കുവാനുള്ള ഒരു ഗൂഢപദ്ധതിയുടെ ഭാഗമായി നടക്കുന്ന ഒരു സംഭവമാണിത്. അതുകൊണ്ട് തീർച്ചയായും തന്നെ ഇതിനകത്ത് പുനരന്വേഷണം നടക്കേണ്ടതാണ്. ആ പുനരന്വേഷണം നടക്കുന്നതോടൊപ്പം തന്നെ ഇത് CBI കൊണ്ട് ഈ കേസ് അന്വേഷിപ്പിക്കേണ്ടതുണ്ട്. ഒറ്റ വരിയും കൂടി അന്വേഷിപ്പിക്കേണ്ടത്. കാരണം ഭരണകക്ഷി രാഷ്ട്രീയ പാർട്ടിക്ക് നിർണായകമായ ഇടപെടലുകൾ ഇതിനകത്തുണ്ട് എന്ന ആരോപണം വന്നിരിക്കുന്ന ഘട്ടത്തിൽ നിലവിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ അന്വേഷണം അത് തീർത്തും കബളിപ്പിക്കലാണ്, പറ്റിക്കലാണ്, നാട്ടുകാരെ പോലും പരിഹസിക്കലാണ്. അതുകൊണ്ട് തീർച്ചയായും നീതിയുടെ ഒരു അംശം ഉണ്ടാവേണ്ടതുണ്ടെങ്കിൽ ഇവരെ മാറ്റി നിർത്തിക്കൊണ്ട് പിന്നെ CBI ഈ കേസ് അന്വേഷിക്കണമെന്നാണ് പ്രാഥമികമായ ഒരു റൗണ്ടിൽ മിസ്റ്റർ നമ്പ്യാർ എനിക്ക് പറയാനുള്ളത്. ശ്രീ സ്റ്റാലിൻ ദേവൻ ഈ സ്റ്റുഡിയോയിലേക്ക് കയറുന്നതിന് മുമ്പ്
താങ്കൾ എന്നോട് പറയുകയുണ്ടായി പ്രശാന്തനെ പ്രതിയാക്കാത്തത്, പ്രശാന്തനെ മാത്രം പ്രതിയാക്കിയാൽ പോരാ, പ്രതിസ്ഥാനത്ത് വരേണ്ടവ മറ്റ് ചിലർ കൂടിയുണ്ട് എന്നുള്ളത്. ഒന്നാമത് നേരത്തെ ശ്രീ പാണ്ഡ്യാല ഷാജി പറഞ്ഞു, കലക്ടർ ഇപ്പോഴും ആ സ്ഥാനത്ത് തുടരുകയാണ്, കലക്ടറെ മാറ്റും എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. പക്ഷേ ഇപ്പോഴും ആ സ്ഥാനത്ത് അദ്ദേഹം തുടരുകയാണ്, വളരെ ശക്തനായിട്ട് തുടരുകയാണ്. നേരത്തെ നവീൻ ബാബുവിന് എതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന് ജോയിൻറ്റ് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും എന്തിനായിരിക്കും PP ദിവ്യയുടെ ഭാഗത്തു നിന്ന് ഇദ്ദേഹത്തെ അധിക്ഷേപിച്ചുകൊണ്ട്, പരസ്യമായി അധിക്ഷേപിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടായത്? അവിടെയാണ് ഈ PP ദിവ്യയും പ്രശാന്തനും തമ്മിൽ ഗൂഢാലോചന നടത്തി എന്ന് തെളിയുന്നത്. അത് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ ആ ഗൂഢാലോചനയിലേക്ക് ഇതുവരെയായും നിലവിലുള്ള അന്വേഷണം കടന്നു ചെന്നിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും അത്? അതായത് ഇത് ടോപ്പ് ലെവൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് മാത്രമാണ് അത്തരത്തിലൊരു അന്വേഷണം നടക്കാത്തത്. കാരണം ഇപ്പോൾ സുപ്രീം കോടതി തന്നെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ക്രിമിനൽ കേസുകളിൽ ടോപ്പ് ലെവൽ സർക്കാർ ഉദ്യോഗസ്ഥർ ഭാഗവാക്ക് ആണെങ്കിൽ അല്ലെങ്കിൽ പ്രതിയാകാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അത്തരം കേസുകളുടെ അന്വേഷണം സ്വാഭാവികമായിട്ടും അതിൽ ഇൻ്റർഫിയറൻസ് നടക്കും. അതുകൊണ്ട് CBIക്ക് വിടാം എന്നുള്ളത്. ഇവിടെ കളക്ടർ പ്രതിയാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം ഇതൊരു ആത്മഹത്യാ പ്രേരണ കുറ്റം ആണെങ്കിൽ പോലും നമ്മളൊരു കാര്യം ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല ആത്മഹത്യ നടക്കുന്നത്. നമ്മൾ ചെയ്യാൻ ഡ്യൂട്ടി ബൗണ്ടായിട്ടുള്ള ഒരു കാര്യം ചെയ്യാതിരിക്കുന്നതിലൂടെ ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ അതും ഒരു കുറ്റമാണ്. അതിന് പറയുന്നത് ഇല്ലീഗൽ ഒമിഷൻ എന്നാണ്. അപ്പോൾ നമ്മുടെ ഈ ഇപ്പോൾ വന്ന റിപ്പോർട്ടിൽ പറയുന്നതിനേക്കാളും ഉപരിയായിട്ടുള്ള പല കാര്യങ്ങളും ഒക്ടോബർ മാസം 29-ാം തീയതി PP ദിവ്യയുടെ മുൻകൂർ ജാമ്യം തള്ളിക്കൊണ്ടുള്ള വിധിന്യായത്തിൽ തലശ്ശേരി സെഷൻസ് കോടതി പല കാര്യങ്ങളും അസന്നിഗ്ധമായി പറഞ്ഞു കഴിഞ്ഞു. ഈ ഇപ്പോഴുള്ള റിപ്പോർട്ടിനും ഉപരിയായിട്ട് അത് നമ്മളാരും വായിക്കാത്തത് കൊണ്ടാണ് ഈ റിപ്പോർട്ടിന് ഒരു വലിയ അത്ഭുതം ഉണ്ട് എന്ന് തോന്നുന്നത്. അതായത് ആ ജഡ്ജ്മെൻറ്റിൻ്റെ 24-ാമത്തെ ഖണ്ഡികയിൽ കോടതി ഈ കളക്ടറുടെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അന്ന് രാവിലെ അവർ തമ്മിൽ കാണുന്നു. അപ്പോൾ PP ദിവ്യ അവരുടെ ഈ ആപ്ലിക്കേഷനിൽ തന്നെ, ഈ ആൻറ്റിസിപ്പേറ്ററി ബെയിലുള്ള ആപ്ലിക്കേഷനിൽ തന്നെ പറയുന്നു, എനിക്ക് 9-ാം തീയതി വൈകുന്നേരം 4:30 മണിക്ക് ഇൻഫർമേഷൻ കിട്ടി, ഇങ്ങനെ NOC കിട്ടി, കൈക്കൂലിയും കൊടുത്തു. 10-ാം തീയതി ഞാൻ വീണ്ടും അറിയുന്നു പ്രശാന്തൻ ചീഫ് മിനിസ്റ്റർക്ക് ഒരു കംപ്ലയിൻറ്റ് കൊടുത്തതായിട്ട്. അത് ശരിയാണെങ്കിൽ കളക്ടർ പറയുന്നു 14-ാം തീയതി രാവിലെ എന്നെ കണ്ടപ്പോൾ ആ ഫയൽ ഇപ്പോഴും കളക്ടറേറ്റിൽ പെൻഡിങ് ആണ് എന്നാണ് പറയുന്നത്. കളക്ടറുടെ മൊഴിയാണ്. അപ്പോൾ കളക്ടർ പറയും, സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു പരാതി വന്നാൽ അപ്പോൾ കളക്ടർ പറയും ആ ഫയൽ നമ്പർ തരും, ഞാൻ ഇപ്പം തന്നെ വിളിച്ച് അതിൻ്റെ പൊസിഷൻ അറിയാം. വേറെസ് ഇത് ഡിസ്പോസൽ കഴിഞ്ഞ ഒരു ഫയൽ അപ്പോഴും പെൻഡിങ് ആണെന്നാണ് PP ദിവ്യ 14-ാം തീയതി രാവിലെ പറയുന്നത്. അപ്പോൾ കളക്ടർ പറയുന്നു, നിങ്ങൾക്ക് റിട്ടേൺ കംപ്ലയിൻറ്റ് വല്ലതും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അന്വേഷണം നടത്താൻ, അല്ലെങ്കിൽ പറ്റൂല എന്ന് പറയും. അതിനുശേഷം കളക്ടർ പറയുന്നത് ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി ഈ PP ദിവ്യ അദ്ദേഹത്തെ വീണ്ടും വിളിച്ചു എന്നാണ്. അപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി, ഇന്ന് രാവിലെ സംസാരിച്ച കാര്യത്തിനെ കുറിച്ചാണ് സംസാരിക്കാൻ നിങ്ങൾ വരുന്നതെങ്കിൽ പ്ലീസ് ഡോണ്ട് കം, അതായത് ഇത് അതിന് അനുയോജ്യമായ സമയം അല്ല. കൂടാതെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നവീൻ ബാബുവിന് അത് അപകീർത്തികരം ആയിരിക്കും എന്ന് കളക്ടർ ഈ PP ദിവ്യയോട് പറയുന്നു. അപ്പോൾ കളക്ടർക്ക് 100% അറിയായിരുന്നു ഇവർ വന്നു കഴിഞ്ഞാൽ ഇതുപോലൊരു സംഭവം നടക്കും എന്ന്. ഉണ്ടാക്കാൻ തന്നെയാണ് വരുന്നതെന്ന് കളക്ടർക്ക് അറിയാമായിരുന്നു. അത് അദ്ദേഹം കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ആ ജഡ്ജ്മെൻറ്റിൽ റീപ്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ഹി വാസ് നോയിങ്, പുള്ളിക്ക് അറിയാമായിരുന്നു ഇവർ വന്നാൽ ഈ പ്രശ്നം നടക്കും. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യണം? യു ഷുഡ് നോട്ട് കം എന്ന് തന്നെ പറയണമായിരുന്നു. പക്ഷേ അത് അദ്ദേഹം അങ്ങനെ പറയുന്നില്ല. വരല്ലേ കാല് പിടിച്ചു പറഞ്ഞു എന്ന് പറയുന്നു, പക്ഷെ വരും എന്ന് ഇദ്ദേഹത്തിന് അറിയാമായിരുന്നു. അപ്പോൾ പുള്ളിയും ആ ടു ദാറ്റ് എക്സ്റ്റെൻറ്റ് ഒരു ഗൂഢാലോചന നടന്നിരുന്നു. പുള്ളിക്ക് അറിയാമായിരുന്നു PP ദിവ്യ വരും, PP ദിവ്യ വന്നാൽ ഇതൊക്കെ സംഭവിക്കും എന്ന് അറിയാമെന്നിരിക്കെ പുള്ളി അത് സ്റ്റോപ്പ് ചെയ്തില്ല. ദാറ്റ് ഈസ് ആൻ ഇല്ലീഗൽ ഒമിഷൻ. അതുകൊണ്ട് തന്നെ ആത്മഹത്യാ പ്രേരണ കുറ്റമാണെങ്കിൽ പോലും ഹീ ഈസ് ആൻ അക്യൂസ്ഡ് പേഴ്സൺ. പുള്ളിയെ പ്രതിയാക്കേണ്ട അത്യാവശ്യമുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് PP ദിവ്യയുടെ ഈ പെറ്റീഷനൊക്കെ എടുത്തു, അതിൽ ഇങ്ങനെ ഒരു ഗ്രൗണ്ട് റേസ് ചെയ്തിട്ടില്ല. ഇദ്ദേഹം ഒരു ടോപ്പ് ലെവൽ
സർക്കാർ ഉദ്യോഗസ്ഥനാണ്, ഇദ്ദേഹം പ്രതിയാക്കപ്പെടേണ്ടവനാണെന്ന് ഒരിടത്തും പറയുന്നില്ല. പക്ഷേ ഒരിടത്ത് വിറ്റ്നസ് ആണെന്ന് ഒരു മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഹീ ഈസ് നോട്ട് എ വിറ്റ്നസ് അക്കോർഡിംഗ് ടു മീ, ഹീ ഈസ് എൻ അക്യൂസ്ഡ് പേഴ്സൺ. അപ്പോൾ എന്ത് സംഭവിച്ചു? IAS ലോബി രംഗത്തെത്തി. അവർ വന്നിട്ട് IAS അസോസിയേഷൻ ചീഫ് സെക്രട്ടറിക്ക് ഒരു നിവേദനം കൊടുക്കുന്നു. കണ്ണൂർ ജില്ലാ കളക്ടറെ താൻ ചെയ്യാത്ത ഒരു കുറ്റത്തിന് ക്രൂശിക്കുന്നു. അദ്ദേഹം ഇങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഈ മോറൽ ഡൗൺ ആക്കുന്ന പ്രവൃത്തികൾ ചെയ്യാൻ പാടില്ല. പിന്നെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ചിലപ്പോഴൊക്കെ ഉദ്യോഗസ്ഥർക്ക് മൗനം പാലിക്കേണ്ടതായിട്ട് വരും. അതിൻ്റെ അർത്ഥം എന്താണ്? ഇദ്ദേഹം മൗനം പാലിക്കാൻ പാടില്ലായിരുന്നു എന്നല്ലേ. അതിനുപരി ഏറ്റവും അവസാനം വീണ്ടും പറയുന്നു, ഒരു കളക്ടർക്ക് അദ്ദേഹത്തിനേക്കാൾ പ്രോട്ടോക്കോൾ, പിന്നെ അദ്ദേഹത്തിൽ നിന്നും പ്രോട്ടോക്കോളിൽ മുമ്പ് ഉയർന്ന ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പരിമിതികളുണ്ട്. അവിടെയും കാണിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യേണ്ടിയിരുന്നു എന്നാണ്. മോർ ഓവർ ഇത് കാണിക്കുന്നത് കേരളത്തിലെ ടോപ്പ് ലെവൽ ഓഫീസേഴ്സിൻ്റെ സംഘടനയായ ഈ IAS അസോസിയേഷൻ ഈ കേസിൽ ഇൻ്റർഫിയർ ചെയ്യുന്നു എന്നാണ്. ഈ കാര്യമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുമ്പിൽ വാദത്തിൽ ആദ്യം കാണിക്കേണ്ടത്. കാരണം പിന്നെ കൂടാതെ എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ് വന്നിട്ട് സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ PP ദിവ്യയും വന്നിട്ട് കളക്ടർക്കാലം മുകളിലുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു ആ ഇൻസിഡൻറ്റ് സമയം. അതിനുപരി അവർ കൊടുത്ത അവരുടെ ഈ ആൻറ്റിസിപ്പേറ്ററി ബെയിലിനുള്ള അപേക്ഷയിൽ തൻ്റെ പൊളിറ്റിക്കൽ ശക്തി എന്താണെന്ന് അവർ അങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്. ഹു ആം ഐ, വാട്ട് ഈസ് മൈ കപ്പാസിറ്റി, എനിക്കുള്ള ബാക്കിംഗ് എന്താണ് എന്നൊക്കെ അവർ തന്നെ സ്വയം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ കണ്ണടച്ചുകൊണ്ടാണ് ഈ സിംഗിൾ ബെഞ്ച് വന്നിട്ട്, അന്ന് എനിക്ക് ഈ മഞ്ജുഷയുടെ പെറ്റീഷൻ വന്നിട്ട് കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ ജഡ്ജ്മെൻറ്റ് മാത്രം വായിച്ചപ്പോൾ ഇദ്ദേഹം ഈ ജഡ്ജ്മെൻറ്റ് തുടങ്ങുന്നത് തന്നെ ഈ കേസ് എങ്ങനെ തള്ളാം എന്നുള്ള കുറേ സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് പറയുന്നു. അതിനുശേഷം 8 ഈ മഞ്ജുഷയുടെ 8 ഗ്രൗണ്ട് മാത്രം എടുത്തു വച്ചിട്ടാണ്. അതായത് ആ ഗ്രൗണ്ടിനൊക്കെ മറുപടി കേസ് ഡയറിയിലുണ്ട്. കേസ് ഡയറിയിൽ നിന്ന് മറുപടി എടുത്ത് കൊടുത്താൽ മാത്രം ഈ ഗ്രൗണ്ടിനെയൊക്കെ നമുക്ക് ഇല്ലാതാക്കാം. അപ്പോൾ അതിനുശേഷമാണ് ഡിവിഷൻ ബെഞ്ചിൽ വീണ്ടും ഭാഗം നടന്നപ്പോൾ അവിടെ നാടകീയ സംഭവങ്ങളൊക്കെ നടന്നപ്പോൾ ഞാൻ വിചാരിച്ചത് വാട്ട് ഈസ് ഹാപ്പനിങ്. അപ്പോൾ അതിനെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഹൈക്കോടതിയിൽ നിന്ന് മഞ്ജുഷയുടെ 81 പേജുള്ള ആ പെറ്റീഷൻ വരുത്തി വായിച്ച് നോക്കിയപ്പോഴാണ് ഈ മഞ്ജുഷയുടെ പെറ്റീഷനിൽ 23 സ്ട്രോങ് ഗ്രൗണ്ട് ഉണ്ടായിരുന്നിട്ടും ഈ സിംഗിൾ ബെഞ്ച് അതിൽ 8 മാത്രം എടുത്തിട്ട് ബാക്കി 15 അതായിരുന്നു മോർ ഇമ്പോർട്ടൻറ്റ് ഗ്രൗണ്ട്സ്, അതിനങ്ങ് മാറ്റി വെച്ചിട്ടാണ് സിംഗിൾ ബെഞ്ച് വിധി പറഞ്ഞത്. അതിനുശേഷം ഒരു ഡിവിഷൻ ബെഞ്ച് വന്നു. ഡിവിഷൻ ബെഞ്ച് എന്താ സംഭവിച്ചത്? അതിൻ്റെ 12ാമത്തെ ഖണ്ഡികയിൽ പറയുന്നു, ദിസ് ഈസ് നോട്ട് എ കേസ് വെയർ ദ അക്വിസിഷൻ ഈസ് എഗെയിൻ എ ടോപ്പ് ഒഫീഷ്യൽസ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. അതായത് അക്വിസിഷൻ ടോപ്പ് ഗവൺമെൻറ് സർവൻസിന് എതിരെ ആയിരുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് CBI അന്വേഷണം തരുമായിരുന്നു എന്നാണ് അർത്ഥം. PP ദിവ്യ വാസ് എ ടോപ്പ് ഗവൺമെൻറ് സർവൻറ്റ് ആൻഡ് ദ കളക്ടർ ഈസ് ആൾസോ എ ടോപ്പ് ഗവൺമെൻറ് സർവൻറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഡിവിഷൻ ബെഞ്ച് CBI അന്വേഷണം അനുവദിക്കേണ്ടിയിരുന്നില്ലേ? തീർച്ചയായിട്ടും അനുവദിക്കേണ്ടിയിരുന്നു. ഇനി മറ്റൊരു സമാനമായ കേസുണ്ട്, ഏകദേശം മഞ്ജുഷയുടെ കേസ് പോലെ തന്നെയാണ്. അതായത് പിന്നെ നമ്മുടെ സുപ്രീം കോടതിയുടെ 5 അംഗ ഭരണഘടനാ ബെഞ്ച് പരിശോധിച്ച ഒരു കേസാണ്. അത് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ വേഴ്സസ് കമ്മിറ്റി ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ഡെമോക്രാറ്റിക് റൈറ്റ്. അത് സിംഗിൾ ബെഞ്ച് കോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ആവശ്യമുള്ള, കോടതിക്ക് ആവശ്യമുള്ള മാത്രമേ കോട്ട് ചെയ്യുള്ളൂ. അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കോടതി കണ്ടെത്തിയത് ഈ ഒരു സ്റ്റേറ്റിൻ്റെ ഈ അന്വേഷണം, പോലീസ് അന്വേഷണം വളരെ കൃത്യവും സത്യസന്ധവും ആണെങ്കിൽ പോലും ഈ ഭരണകക്ഷിയുടെ അംഗങ്ങളാണ് ഇതിലെ പ്രതികൾ എങ്കിൽ ജനങ്ങളിൽ കോൺഫിഡൻസ് ഉണ്ടാക്കണമല്ലോ. ഇത് അവർ നല്ല രീതിക്ക് അന്വേഷിച്ചാലും ജനം പറയും ശരിയായി അന്വേഷിക്കുന്നില്ല എന്ന്. അതുകൊണ്ട് അത്തരം അന്വേഷണം CBIക്ക് വിടണമെന്ന് നമ്മളെ KG ബാലകൃഷ്ണൻ സാറും നമ്മളെ പഴയ ഗവർണറൊക്കെ 5 അംഗ ബെഞ്ചിലുണ്ടായിരുന്നു. അവരെല്ലാം കൂടെ പറഞ്ഞതാണ്, ഒരു സർക്കാർ പിന്നെ ഭരണകക്ഷിയുടെ മെമ്പേഴ്സ് ആരെങ്കിലും ആണ് ഈ അക്യൂസ്ഡ് എന്നുണ്ടെങ്കിൽ ജനങ്ങളിൽ വിശ്വാസം വളർത്താൻ വേണ്ടി അത്തരം കേസുകൾ CBIക്ക് വിടണമെന്ന്. അതുകൊണ്ട് ആ കേസും ദയവേത് സുപ്രീം കോടതിയുടെ മുമ്പ് എടുത്ത് കാണിക്കേണ്ടതാണ്. ആ കേസിന് അനുസൃതമായ ഗ്രൗണ്ട്സാണ് ഈ നവീൻ ബാബു കേസിൽ ഉള്ളത്. അതുകൊണ്ട് എന്നിട്ട് പിന്നെ ഡിവിഷൻ ബെഞ്ച് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഞ്ജുഷയ്ക്ക് അപ്രിഹെൻഷൻ ഉണ്ടെന്നും പറഞ്ഞ് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല, ഈ അന്വേഷണം നേരെ നടക്കില്ല എന്നൊരു ഭയമുള്ളത് കൊണ്ട് മാത്രം കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇറ്റ് ഷുഡ് ബി റീസണബിൾ അപ്രിഹെൻഷൻ എന്നാണ്
ബഹുമാനപ്പെട്ട കോടതി പറയുന്നത്. നമുക്കറിയാം കേരളത്തിലെ 90% ജനങ്ങളും റീസണബിൾ അപ്രഹെൻഷൻ ആണെങ്കിൽ അല്ലേ അനുകൂലമായിട്ടുള്ള വിധിയല്ലേ ഉണ്ടാവേണ്ടത്? അല്ല സാർ, ലെറ്റ് മീ കംപ്ലീറ്റ്. ഐ ഹാവ് ഗോട്ട് എ ഹംബിൾ ക്വസ്റ്റ്യൻ ടു ദ ഡിവിഷൻ ബെഞ്ച്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ 90% ജനങ്ങളും കരുതുന്നത് ഈ മഞ്ജുഷയ്ക്ക് ഇപ്പം നീതി ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഇത് പിന്നെ ഹൈക്കോടതി പറയുന്നത് ഈ റീസണബിൾ അപ്രിഹെൻഷൻ എന്ന് പറയുന്നത് ഈ കോമൺ സെൻസുള്ള യുക്തിപരമായി ചിന്തിക്കുന്ന ആൾക്കാർക്ക് എന്ത് തോന്നുന്നു എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിലെ 90% ജനങ്ങൾക്കും യുക്തിയില്ല എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് എന്നാണ് എനിക്ക് പറയാൻ ഉള്ളത്. കാരണം മഞ്ജുഷയുടെ ഈ അപ്രിഹെൻഷൻ ദാറ്റ് ഈസ് നോട്ട് എ റീസണബിൾ അപ്രിഹെൻഷൻ എന്നാണ് ബഹുമാനപ്പെട്ട പിന്നെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും പറഞ്ഞിരിക്കുന്നത്. ഡിവിഷൻ ബെഞ്ചും വന്നിട്ട് പിന്നെ 5 കാരണങ്ങളാണ്, ഇത് കൊലപാതകമാണോ അല്ലേ എന്നുള്ള കുറച്ച് സംശയങ്ങൾ വെച്ചിട്ട് അങ്ങ് ഡിസ്പോസ് ചെയ്തിരിക്കണം. സോ ഇഫ് ദ മാറ്റർ ഈസ് കൺസിഡേർഡ് judiciously and on merit, Manjusha will get a CBI inquiry from the Supreme Court എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഈ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇതിലെ ടോപ്പ് ലെവൽ സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഈ കേസിൽ ബന്ധപ്പെട്ടിട്ടുള്ളത്, പ്രതികളാക്കപ്പെട്ടിട്ടുള്ളത്. ഒരു ഗൂഢാലോചന നടന്നിരിക്കുന്നു, അതുകൊണ്ട് തന്നെ തനിക്ക് നീതിയുക്തമായ ഒരു അന്വേഷണം കിട്ടുന്നില്ല എന്നും പറഞ്ഞിട്ട് ഈ സുപ്രീം കോടതിയിൽ വാദിക്കണം. അത് ഈ CBI അന്വേഷണം വരാനുള്ള ഏറ്റവും നല്ലൊരു ഗ്രൗണ്ടാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അഡ്വക്കേറ്റ് അനിൽ നായർ, ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ മാത്രം ഒതുക്കേണ്ടതാണോ ഈ കേസ്? ഇപ്പോൾ കൃത്യമായിട്ട് ഈ ജഡ്ജ്മെൻറ്റ്, സിംഗിൾ ബെഞ്ചിൻ്റെയും ഡിവിഷൻ ബെഞ്ചിൻ്റെയും ജഡ്ജ്മെൻറ്റ് കൃത്യമായി പരിശോധിച്ച ശേഷമാണ് റിട്ടയേർഡ് അണ്ടർ സെക്രട്ടറി സ്റ്റാലിൻ ദേവൻ, അദ്ദേഹം ഒരുപാട് നിയമപ്രശ്നങ്ങൾ സർവീസിലിരിക്കെ കൈകാര്യം ചെയ്ത ആളാണ്, അദ്ദേഹം കൃത്യമായി അത് പഠിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ പ്രതിസ്ഥാനത്ത് ഏതെങ്കിലും ഒരു ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥനുണ്ടെങ്കിൽ പോലും ഈ കേസ് അത് CBI അന്വേഷണത്തിലേക്ക് വിടാം. മാത്രമല്ല ഈ ഗവൺമെൻറ്റിനെ അനുകൂലിക്കുന്നവരാണല്ലോ ഇപ്പോൾ, ഗവൺമെൻറ്റുമായി ചേർന്ന് പോകുന്നവരാണല്ലോ ഇപ്പോൾ പ്രതിസ്ഥാനത്തുള്ളതും സംശയത്തിൻ്റെ നിഴലിൽ ഉള്ളതും. അതുകൊണ്ട് സ്വാഭാവികമായി ഒരു CBI അന്വേഷണം അത് കൃത്യമായി വാദിക്കുകയാണെങ്കിൽ സുപ്രീം കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. സുപ്രീം കോടതിയിലേക്ക് പോകുന്നുണ്ടോ? മാത്രമല്ല അങ്ങനെ പോവുകയാണെങ്കിൽ ഒരുപക്ഷേ ഈ ജോയിൻറ്റ് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ റിപ്പോർട്ട് അത് നിങ്ങൾക്ക് വലിയൊരു ഒരു പിൻബലം ആവില്ലേ? തീർച്ചയായിട്ടും ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 വിഷയങ്ങളുണ്ട്. കാരണം ഇതിനകത്ത് ഈ അഴിമതി ആരോപണം എന്നുള്ളത് അതൊരു ഗൂഢാലോചനയുടെ ഫലമാണ്. 33 വർഷത്തെ സർവീസിനിടയിൽ ഒരിക്കൽ പോലും അഴിമതി ആരോപണത്തിന് വിധേയനായിട്ടില്ലാത്ത വ്യക്തിയാണ് ശ്രീ നവീൻ ബാബു. ഈ നവീൻ ബാബുവിനെതിരെയുള്ള അഴിമതി ആരോപണം അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കോ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ വളരെ വ്യക്തമായി അവരുടെ ഉള്ളിൽ ധാരണയുണ്ട്, ബോധ്യമുണ്ട് അതൊരു ഗൂഢാലോചനയുടെ ഫലം തന്നെയാണ് എന്നുള്ളത്. അത് ഗൂഢാലോചന നടന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ്. വളരെ പ്രിപ്പറേഷനോട് കൂടിയാണ് ഒരു 4-5 തവണ കളക്ടറെയും കളക്ടറുടെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റിനെയും വിളിച്ച് ഈ പ്രോഗ്രാം നടക്കുന്ന സമയവും കാര്യങ്ങളും വ്യക്തമായി അറിഞ്ഞ് ആയതിനു ശേഷമാണ് ഒരു വീഡിയോഗ്രാഫറുമായിട്ട് ഇദ്ദേഹം കയറി വരുന്നത്. അപ്പോൾ കയറി വന്നിട്ട് പറയുന്ന സംവിധാനം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തികച്ചും അടിസ്ഥാനരഹിതമായ ഒരു ആരോപണമാണ്. അത് എന്തുകൊണ്ടാണ് എന്ന് പറയാൻ കാരണം, ഒന്ന്, ഇതിൽ കാലതാമസം വന്നു. നേരത്തെ ഞാൻ പലതവണ വിളിച്ചു, വല്ലതും നടക്കുമോ എന്ന് ചോദിച്ചു, നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇത് പെട്ടെന്ന് ഇപ്പം നടത്തിയല്ലോ, അതിനൊന്ന് അഭിനന്ദിക്കാൻ വന്നതാണ്, പക്ഷേ ഇതുപോലെ എങ്ങും പോയി പ്രവർത്തിക്കരുത് എന്നൊക്കെ പറഞ്ഞത് എങ്ങനെയാണ് കിട്ടിയതെന്ന് എനിക്കറിയാം. ഇതിൻ്റെയൊക്കെ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ അനുഭവിക്കാൻ പോകുന്നത് ഒരു സിവിൽ ഡെത്താണ് ഇവർ എന്ന് പറഞ്ഞൊരു ഭീഷണി, അത് 2 ദിവസത്തിനുള്ളിൽ അറിയിക്കാം, നിങ്ങൾ അറിഞ്ഞോളും എന്ന് പറഞ്ഞിട്ടാണ് വളരെ ക്ഷുഭിതയായിട്ട് മുഖത്ത് എന്തോ ഒരു പ്രത്യേക സന്തോഷത്തോടെ, എന്തോ സാധിച്ച ഒരു സന്തോഷത്തോടെ ആ സ്ത്രീ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അവർ പറഞ്ഞ വാക്കിൻ്റെ ആന്തരാർത്ഥം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അവർ പറഞ്ഞത് സിവിൽ ഡെത്ത് എന്നാണ്. നിങ്ങൾ രേഖകളിൽ നിന്ന്, ഔദ്യോഗിക രേഖകളിൽ നിന്ന് ഒരു വ്യക്തി ഇല്ലാതാവുകയാണ്. നമ്മുടെ റേഷൻ കാർഡ് തൊട്ട് വോട്ടേഴ്സ് ലിസ്റ്റ് വരെയുള്ള സകല മേഖലകളിൽ നിന്നും ഒരു സിവിൽ ഡെത്ത് സംഭവിക്കുമ്പോൾ ഒരു മനുഷ്യനെ തുടച്ചു മാറ്റപ്പെടും.
ഫിസിക്കൽ ഡെത്തിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഫിസിക്കൽ ഡെത്ത് സംഭവിച്ചാൽ ഇതേ സംഭവം തന്നെ സംഭവിക്കും. സകല രേഖകളിൽ നമ്മൾ മാറ്റപ്പെടും. ഈ ഭൂമുഖത്ത് തന്നെ നമ്മൾ അപ്രത്യക്ഷമാവും. അങ്ങനെ മനോഹരമായ രീതിയിൽ അതിഭീകരമായ ഒരു ഭീഷണി, ജീവിതത്തിൽ ഒരിക്കൽ പോലും അഴിമതി കാണിക്കാത്ത ഒരു വ്യക്തിയെപ്പറ്റി ആരോപണം ഉന്നയിച്ച് ഇറങ്ങിപ്പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, വളരെ ആസൂത്രിതമായ ഒരു ഗൂഢാലോചനയുടെ ആദ്യ ഘട്ടം മാത്രമാണ് അവിടെ നിർവഹിക്കപ്പെട്ടത്. അവിടെ ശക്തമായ ഒരു ഡിഫൻസ് ആർക്കൊക്കെയോ വേണ്ടി പ്രതിസ്ഥാനത്ത് എത്തേക്കാമെന്ന് ആർക്കൊക്കെയോ വേണ്ടി അവിടെ സൃഷ്ടിക്കപ്പെടുകയായിരുന്നു. ഇതൊരു പക്ഷേ കൊലപാതകമാണ് എങ്കിൽ പോലും, അല്ലെങ്കിൽ ആത്മഹത്യ ആണെന്നാണ് കണ്ടെത്തുന്നത് എങ്കിൽ പോലും, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് കോടതിയുടെ നിയമത്തിൻ്റെ ക്ലച്ചസിൽ നിന്ന് രക്ഷപ്പെടാൻ തക്കവണ്ണമുള്ള ഡിഫൻസ് ആദ്യം തന്നെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഒരുക്കിക്കൊണ്ടാണ് ഇവർ മുന്നോട്ട് വരുന്നത്. ഇവർ അഴിമതിയുടെ വിസിൽ ബൗളറാണോ? ഇവർക്ക് അഴിമതിക്കെതിരെ ശബ്ദിക്കുവാനുള്ള ധാർമ്മികമായ അധികാരമുണ്ടോ, അവകാശമുണ്ടോ? അവരുടെ ഈ കാലത്തെ പ്രവർത്തികൾ, അവരുടെ ഈ പൊതുരംഗത്തെ പ്രവർത്തനത്തെ പറ്റി ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണങ്ങൾക്കെതിരെ ചെറുവിരലനക്കാൻ ഈ പ്രതിക്ക് സാധിച്ചിട്ടുണ്ടോ? ഈ പ്രതിയും പ്രശാന്തിനുമായിട്ടുള്ള ബന്ധം എന്താണ്? ഇതിനകത്ത് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട കാരണം 5 പ്രവൃത്തി ദിവസം മാത്രമാണ് അവസാന സാങ്ഷനിങ് കിട്ടിയത്. ടൗൺ പ്ലാനിംഗ് കമ്മീഷണർ പറയുന്നത് ഈ സ്ഥലം റോഡിനേക്കാൾ, ഈ പെട്രോൾ പമ്പിന് വരാൻ പോകുന്ന സ്ഥലം റോഡിനേക്കാൾ ഉയർന്ന സ്ഥലത്തിലാണ്, അവിടെ മരങ്ങൾ വളർന്നു നിൽക്കുകയാണ്, ഈ ഭാഗങ്ങളൊന്നും മാറ്റാതെ കൊടുക്കാൻ പറ്റില്ല എന്ന അവസാന ടൗൺ പ്ലാനിംഗ് കമ്മീഷണറുടെ ആ റിപ്പോർട്ട് വരുന്നത് ഒരു നവംബർ 30-ാം തീയതിയാണ്. അതിനുശേഷം ആകെ 5 വർക്കിംഗ് ഡേയ്സ് മാത്രമേ ADMൻ്റെ മുമ്പിൽ ഇത് വന്നിട്ടുള്ളൂ. ഈ പറഞ്ഞ ടൗൺ പ്ലാൻ പറഞ്ഞ കാര്യങ്ങൾ കൂടി ചെയ്താൽ കണ്ടീഷണലായിട്ടുള്ള ഒരു സാങ്ഷൻ കൊടുക്കുകയാണ്. അപ്പോഴാണ് ഇയാൾ 6-ാം തീയതി അഴിമതി പണം കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് പ്രശാന്തൻ മുന്നോട്ട് വരുന്നത്. എന്നാണ്? ശ്രീ നവീൻ ബാബുവിൻ്റെ മരണത്തിന് ശേഷം. അത് 7-ാം തീയതി ഈ പ്രശാന്തനും സുബീഷ് എന്ന് പറയുന്ന ആളെ സംസാരിക്കുന്നുണ്ട്. വ്യക്തമായി പറയുന്നുണ്ട്, എനിക്കറിയാമല്ലോ സുബീഷ് പറയുന്നുണ്ട്, നമ്മൾ രണ്ടും ഒരുമിച്ച് കൊടുത്തതല്ലേ, ആ മനുഷ്യൻ സത്യസന്ധമായി ചെയ്ത വ്യക്തിയല്ലേ, നിനക്ക് എങ്ങനെ സാധിച്ചു എന്ന് ചോദിക്കുന്ന സുബീഷിൻ്റെ വീഡിയോ, ആ റെക്കോർഡ് ചെയ്ത ശബ്ദം ഇന്ന് പൊതുമേഖലയിൽ ലഭ്യമാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു അഴിമതി പണവും കൊടുക്കാത്ത അവസരത്തിലും അഴിമതി കൊടുത്തു എന്ന് ശ്രീ നവീൻ ബാബുവിനെ അഴിമതിക്കാരനാക്കി ചിത്രീകരിക്കുക എന്നുള്ളത് അദ്ദേഹത്തെ ഈ ഭൂമുഖത്ത് നിന്ന് മൂലം ചെയ്യാൻ ശ്രമിച്ചവരുടെ ഗൂഢപദ്ധതിയുടെ ആദ്യ ഫേസ് മാത്രമാണ്. അതിനുശേഷവും തെളിവ് നശിപ്പിക്കൽ അഭംഗുരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇൻക്വസ്റ്റ് തൊട്ട് തുടങ്ങുന്നതാണ്. അനുജൻ, ശ്രീ നവീൻ ബാബുവിൻ്റെ അനുജൻ കൊടുത്ത പരാതിയിന്മേൽ, വ്യക്തമായി എഴുതി തയ്യാറാക്കി കൊടുത്ത പരാതിയിന്മേൽ FIR രജിസ്റ്റർ ചെയ്യാൻ കാലതാമസം ഉണ്ടാക്കുന്നത് മുതൽ, അതിൽ നിന്നും തിരഞ്ഞെടുത്ത ഒരാളെ മാത്രം പ്രതിവർഗത്തിൽ ചേർക്കുന്നത് മുതൽ, ഈ കേസിൻ്റെ അന്വേഷണം ആരൊക്കെയോ നിശ്ചയിച്ച ഒരു ലക്ഷ്മണരേഖയ്ക്കുള്ളിൽ നിൽക്കണം എന്നൊരു സുഗ്രീവാജ്ഞ എവിടെ നിന്നോ വന്നിരിക്കുന്നു. ഇത് താഴെ തലത്തിൽ തുടങ്ങിയ ഒരു ഗൂഢാലോചനയല്ല. ഇരയാക്കപ്പെട്ട വ്യക്തിക്ക് അല്ലെ ആ ഒരു സാധാരണ കുടുംബത്തിനോ പൊതുജനത്തിനോ മാത്രം ഫേസ് ചെയ്യാൻ പറ്റുന്നതിനും അപ്പുറമുള്ള ഉയർന്ന തലങ്ങളിലുള്ള ഗൂഢാലോചനയുടെ സ്വാധീനശേഷിയുള്ള വ്യക്തികളുടെ സമ്മർദ്ദത്തിൻ്റെ അനന്തരഫലമാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ. ഒരു കാരണവശാലും ഗൂഢാലോചന എന്ന ഭാഗത്തേക്ക് കടക്കാതെ കേവലം ഒരു വ്യക്തിയിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട്, എന്നിട്ടിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സ്തുതിപാഠകൻ്റെ പ്രസ്താവന കേട്ടു, ഒരു വലിയ നഷ്ടം നവീൻ ബാബുവിൻ്റെ മരണത്തേക്കാൾ വലിയ നഷ്ടമാണ് PP ദിവ്യയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടായത് എന്ന് പറയുന്ന രീതിയിൽ സ്തുതിപാഠകന്മാരെ കൊണ്ട് പറയിക്കുന്ന രീതിയിൽ എത്തിച്ചിട്ട് അടുത്ത ചോദ്യം, PP ദിവ്യ മാത്രമേ ഇത് പറഞ്ഞുള്ളൂ, മറ്റാരെങ്കിലും വിളിച്ചു കാണില്ലേ, ഇത് ആത്മഹത്യക്ക് പ്രേരണയായി തീരില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഇതൊരു ആത്മഹത്യ മാത്രമാണ് എന്ന് ഒതുക്കി തീർക്കാൻ അതിൽ ഇപ്പോൾ പ്രതിയാക്കപ്പെട്ട വ്യക്തിക്ക് വലിയ കാര്യമൊന്നുമില്ല, അവരുടെ പ്രവൃത്തി മാത്രമല്ല എന്ന രീതി എത്തിച്ചുകൊണ്ട് ഒരു കേസിൽ ആത്മഹത്യാ പ്രേരണയ്ക്കൊരു കേസ് വന്നാൽ പോലും അതിൽ നിന്നും ഈ പ്രതിയെ എങ്ങനെ ഊരിയെടുത്ത് കൊണ്ടുപോകണമെന്ന നിയമപരമായ ഉപദേശത്തിൻ്റെയും രാഷ്ട്രീയമായ സ്വാധീനത്തിൻ്റെയും ഒക്കെ ബലത്തിലാണ് ഇപ്പോൾ ഈ കേസിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഈ കേസിന് ഒരു അടിസ്ഥാന ഘടകമുണ്ടല്ലോ.
ഇത് ആർക്ക് വേണ്ടിയാണ്? ഈ പറഞ്ഞല്ലോ 5 ദിവസം മാത്രം ADM-ന്റെ മുമ്പിലുണ്ടായിരുന്ന ഫയലിൽ അവസാന റിപ്പോർട്ട് കിട്ടിയ ശേഷം 5 ദിവസത്തിനുള്ളിൽ തീരുമാനമെടുക്കുന്നു. പ്രശാന്തിനോടൊപ്പം അപേക്ഷ കൊടുത്ത് സുബീഷ് പറയുന്നു, എടാ നിനക്കറിയാം, എനിക്കും അറിയാം നീ കൊടുത്തിട്ടില്ല എന്ന്. അപ്പോൾ ഇങ്ങനൊരു വ്യാജ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ മറ്റു ദുരൂഹതകളില്ലേ? എത്ര പ്ലാൻഡ് ആയിട്ടാണ് ആ കോൺസ്പിറസി അവർ എക്സിക്യൂട്ട് ചെയ്തത്? ഇൻക്വസ്റ്റ് തൊട്ട് കൊടുത്ത പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്യാതിരിക്കുമ്പോൾ തൊട്ട് ആ പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ മുതൽ ഇത് ശ്രീ നബുവാൻപിൻ ബന്ധുക്കളെയോ പൊതുജനങ്ങളെയോ വിശ്വാസത്തിലെടുക്കാത്ത ആരുടെയൊക്കെയോ താല്പര്യങ്ങൾക്ക് സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഈ മരണം ഒരിക്കലും തെളിയിക്കപ്പെടരുത്, ഇതിൻ്റെ തെളിവുകൾ അവസാനിക്കണം, ഈ മൃതശരീരത്തോടു കൂടി ഇതിൻ്റെ തെളിവുകൾ അവസാനിക്കണം എന്നുള്ള ഉറച്ച തീരുമാനത്തോടു കൂടിയല്ലേ നടന്നത്. നമുക്കറിയാം, ഏത് മരണത്തിലും, ഏത് അസ്വാഭാവിക മരണത്തിലും സാധാരണഗതിയിൽ ഒരു ഡോക്ടറും അങ്ങനെ ഒരു അഭിപ്രായം എഴുതി രേഖപ്പെടുത്തില്ല. ആന്തരാവയവങ്ങളുടെ പരിശോധനയ്ക്ക് ശേഷം ആണ് ഫൈനൽ ഒപ്പീനിയൻ പറയുക. അങ്ങനെയാണ് വേണ്ടതും. അത് ഈ കേസിൽ മാത്രം സൗകര്യപൂർവ്വം ഒഴിവാക്കിയത് എന്തിനാണ്? വളരെ വിനയത്തോടെ വിഷമത്തോടെ അവർ ബന്ധുക്കൾ ഞങ്ങൾ എല്ലാവരും ആവശ്യപ്പെട്ടല്ലേ ദയവായി പരിഹാരം നടത്തരുത്. ആ പരിഹാരത്തിൻ്റെ പ്രത്യേകത ഇവിടുത്തെ രാഷ്ട്രീയ ചരിത്രം പറയുന്നത് എല്ലാവർക്കും അറിയാമല്ലോ. അതിൻ്റെ ഭരണസമിതി ആരാണ്, അതാരാണ് കൈകാര്യം ചെയ്യുന്നത്, അവിടെ ജോലി ചെയ്യുന്നത് ആരൊക്കെയാണ്? ഈ കേസിൽ നിൽക്കുന്ന PP ദിവ്യ ഉൾപ്പെടെയുള്ളവരുടെ ഭർത്താവ്, ഈ കേസിലെ ഗൂഢാലോചനക്കാരനായ ആ വ്യക്തി, അവരൊക്കെ ജോലി ചെയ്യുന്ന ആ സ്ഥാപനത്തിൽ നിന്ന് മാറ്റണം എന്നത് പോലും തയ്യാറാക്കാൻ അംഗീകരിക്കാതെ അവിടെ നടത്തി എൻ്റെ പേഴ്സണൽ ഉറപ്പാണെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് വീഡിയോഗ്രാഫി ചെയ്തില്ല, വീഡിയോ റെക്കോർഡിംഗ് നടത്തിയില്ല? സ്വാഭാവികമായിട്ടും ചെയ്യുന്നതല്ലേ ഒരു പോസ്റ്റ്മോർട്ടത്തിൽ. അപ്പോൾ ഈ മൃതശരീരത്തോടൊപ്പം ശാസ്ത്രീയ തെളിവുകൾ അവസാനിപ്പിക്കണം എന്നുള്ള ഒരു ലക്ഷ്യം ആ ഗൂഢാലോചനയുടെ ആദ്യ ഫേസായിരുന്നു, ആദ്യ ഘട്ടമായിരുന്നു. അതിൽ അവർ ആരൊക്കെ ശ്രമിച്ചോ ഒരു പരിധിവരെ വിജയിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതുകൊണ്ട് ഇതിൻ്റെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. വളരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഇത് പൊതുജന ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആദ്യം പറഞ്ഞത് ശരീരത്തിൽ മുറിവുകളില്ല, പക്ഷേ ഇൻക്വസ്റ്റിൽ പറയുന്നു അടിവസ്ത്രത്തിൽ രക്തക്കരയുണ്ട്, നാക്കിൽ മുറിവുണ്ട് എന്ന് പറയുന്നു. അതിനേക്കാൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വസ്തുത, ഈ പോസ്റ്റ്മോർട്ടത്തിന് ഈ ശരീരത്തിൽ ഒരു അസാധാരണതയിൽ തൂങ്ങിമരണത്തിന് വിധേയമാകുന്ന ഒരു വ്യക്തിയുടെ ലോവർ ലിംസിലാണ് ബ്ലഡ് ക്ലോട്ട് ചെയ്യുക, നിറവ്യത്യാസമുണ്ടാകുക ലോവർ ലിംസിലാണ്. കൈകാലുകളിലും വിരലുകളിലാണ് ആ നിറവ്യത്യാസം ഉണ്ടാകുക. പക്ഷേ ഇവിടെ ബ്ലഡ് ക്ലോട്ട് ചെയ്തിട്ടില്ലാത്തത്, ബ്ലഡ് കെട്ടപിടിച്ചിരിക്കുന്നത് ശരീരത്തിൻ്റെ പുറകിലാണ്. അതിൻ്റെ അർത്ഥം ഈ ശരീരം തൂക്കപ്പെടുന്നതിന് മുമ്പ് ഒരു സമതലമായ പ്രതലത്തിൽ കിടത്തപ്പെട്ടിരിക്കുന്നു മണിക്കൂറുകളോളം. അതുകൊണ്ടാണ് ശരീരത്തിൻ്റെ ലോവർ ലിംസായ കാലിലും കയ്യിലും ബ്ലഡ് ക്ലോട്ട് ചെയ്യാതെ അത് ശരീരത്തിൻ്റെ പുറകിൽ ട്രങ്കിനോട് ചേർന്ന് നട്ടലിനോട് ചേർന്ന ഭാഗത്ത് ക്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഇത്തരം വസ്തുതകളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇത് ആരെ സംരക്ഷിക്കാൻ ശ്രമിച്ചാലും ഇത് ബഹുമാനപ്പെട്ട ഉന്നത നീതിപീഠത്തിന് മുമ്പിൽ എന്തെങ്കിലും ഒരിക്കൽ എത്തിച്ചേരുമെന്ന പ്രത്യാശയിലാണ് ഞങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അഡ്വക്കേറ്റ് പ്രമോദ്, സാമാന്യ ബോധമുള്ളവർക്ക് പോലും അറിയാം ഈ കേസിൽ PP ദിവ്യ മാത്രമല്ല പ്രതി. ഇപ്പം നേരത്തെ സ്റ്റാലിൻ സാർ പറഞ്ഞു കലക്ടറെ പ്രതി ചേർക്കാം, പ്രശാന്തനെ ഏറ്റവും ചുരുങ്ങിയ പക്ഷം എന്നാണ് ഞാൻ പറയുന്നത്, പ്രശാന്തനെ എങ്കിലും പ്രതി ചേർക്കാം. മാത്രമല്ല അതുകൊണ്ടും അവിടെ അവസാനിക്കുന്നില്ല. ഇപ്പോൾ നോക്കൂ, പെട്രോൾ പമ്പ് പോയിട്ട് ഒരു മുറുക്കാൻ കട പോലും വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി പ്രശാന്തനില്ല. അപ്പോൾ അയാൾ ആരുടെയോ ബിനാമിയാണ്. ആ ബിനാമിക്ക് രാഷ്ട്രീയ സ്വാധീനമുള്ളത് കൊണ്ടല്ലേ പ്രശാന്തനിലേക്ക് അന്വേഷണം പോകാത്തത്? ഈ കോൺസ്പിറസി പാർട്ട് അന്വേഷണ വിധേയമാക്കാത്തതും അതുകൊണ്ട് തന്നെയല്ലേ അഡ്വക്കേറ്റ് പ്രമോദ്? തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, 3 സ്ഥലത്ത് അഴിമതി വന്നാൽ ഈ രാജ്യം നന്നാവില്ല. 1 ഒരു ഡോക്ടർ, 2 ഒരു ജുഡീഷ്യറി, 3 പോലീസ്. ഈ കേസിൽ ഈ 3 ഡിപ്പാർട്ട്മെന്റും കറപ്റ്റഡ് ആയി കഴിഞ്ഞു. കാരണം ഒന്ന് അനിൽജി നോക്കിക്കോളോ, ദിവ്യയുടെ സ്പീച്ച് കണ്ടവർക്ക് അറിയാം എന്താണ് അവർ പറയുന്നത്. തൊട്ടുപുറകെ ഒരു പ്രശാന്തൻ മെയിൽ അയച്ചു എന്ന് പറയുന്നു. ഈ മെയിൽ അയച്ചാൽ അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം മെയിലിൽ ടൈമും ഡേറ്റും എല്ലാം കാണാം. മുഖ്യമന്ത്രിക്ക് അയച്ചു എന്നാ പറയുന്നത്. പിന്നീട് കാണുന്നു ആ പ്രശാന്തൻ പതുക്കെ സൈഡ്ലൈൻ ചെയ്യപ്പെടുന്നു. അത് കഴിഞ്ഞു കലക്ടറുടെ റോള്. ആദ്യം അദ്ദേഹം ഒന്ന് പറയുന്നു, പിന്നെ മാറ്റി പറയുന്നു.
ഒരു IAS അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിൽ ഇരിക്കുന്ന ഒരാള് പോലും കൂടെ വർക്ക് ചെയ്യുന്നവരെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റാത്ത ഇയാളാണോ ഒരു ജില്ലയുടെ എന്താ പറയാ തലപ്പത്തിരുന്ന് എല്ലാവരെയും കാണിക്കുന്നത്? അത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോളാം നമ്പ്യാരെ, ഇതിൽ കൃത്യമായ ഭൂമാഫിയ ഇടപാടുകളുണ്ട്. അതിൽ ഞാൻ മനസ്സിലാക്കിയതും ഞാൻ ഇതിന്റെ കാര്യങ്ങൾ അന്വേഷിച്ചതും മനസ്സിലാക്കിയത്, കാസർഗോഡ് കണ്ണൂർ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഭൂമാഫിയ ഗ്രൂപ്പ്, അതിന്റെ തലപ്പത്ത് ഒരു രാഷ്ട്രീയ നേതാവുണ്ട്. ഞാൻ ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് പാർട്ടിയുടെ സ്ഥാനമാനങ്ങളൊക്കെ വന്നതിൽ അദ്ദേഹത്തിന് സ്ഥാനമാനം കൊടുത്തു എന്ന് വരെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിപ്പോ ഷാജി സാറിനൊക്കെ പറയാൻ പറ്റും, കാരണം അവര് കണ്ണൂരുകാരാ, അവർക്ക് വാച്ച് ചെയ്ത് അറിയാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ പരിപാടി. അതായത് ദിവ്യയെ പ്രൊട്ടക്ട് ചെയ്തില്ലെങ്കിൽ ദിവ്യ വായ തുറക്കും, പ്രശാന്തിനെ പ്രൊട്ടക്ട് ചെയ്തില്ലെങ്കിൽ പ്രശാന്ത് വായ തുറക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഇതിന് പിന്നിലുള്ളവർ ആരാണെന്ന് പുറത്തു വരും. ഇത് ഇവിടുത്തെ പോലീസിന് അറിയാത്തതല്ല, പോലീസിന്റെ കറപ്ഷനാണ് ഫസ്റ്റ് വൺ. ഇനി ഞാനിതില് ഈ നവീൻ ബാബുവിന്റെ ഇത് വാച്ച് ചെയ്തപ്പോ ജസ്റ്റിസ് കമാൽ പാഷ സാറിന്റെ വളരെ കൃത്യമായ അദ്ദേഹം എത്രയോ വർഷങ്ങളായി ജില്ലാ കോടതികൾ ജഡ്ജിയായിരുന്ന ആളും ഹൈക്കോടതിയിൽ ഇരുന്ന ആളാണ്. അദ്ദേഹം ആ തൂങ്ങി മരണത്തിനെ കുറിച്ച് കൃത്യമായിട്ട് അതിന്റെ ടെക്നിക്കൽ വശം വളരെ മനോഹരമായിട്ട് അദ്ദേഹം പറഞ്ഞു. അത് വളരെ കൃത്യമായ, അതുപോലും അവിടുത്തെ ഡോക്ടർ, പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർക്ക് അറിയാതെയല്ല. അപ്പൊ അവിടെ ഡോക്ടറും കറപ്റ്റ് ചെയ്യുന്നു. പിന്നെയുള്ളത് ജുഡീഷ്യറി. ഈ ജുഡീഷ്യറി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹൈക്കോടതി ജഡ്ജി ആയാലും ഈ താഴെ കോടതി ജഡ്ജി ആയാലും ന്യൂസ് വായിക്കണമെന്നോ TV-ക്കാരത് കണ്ടിട്ടോ കമന്റ് അടിക്കാൻ പറ്റില്ല, അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ ദേ ആർ വെൽ ട്രെയിൻഡ്. അവർക്ക് ഈ ഡിഫക്ട്സുകളൊക്കെ ചൂണ്ടിക്കാണിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവും ഇതിലൊരു പൊളിറ്റിക്കൽ ഇന്റർവെൻഷൻ ഉണ്ടെന്നും ഇത് ഇവിടെ ലോക്കൽ പോലീസ് അന്വേഷിച്ചാൽ എവിടെയും എത്തില്ല എന്ന് ഉറപ്പുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണമായിരുന്നു ഒരു വിധി വരാൻ. ഞാൻ എല്ലാ കേസും CBIക്ക് വിടണം എന്ന് പറയുന്ന ആളല്ല. അറ്റ്ലീസ്റ്റ് ഗവൺമെന്റിന് ഇത് സത്യസന്ധമായ ഒരു ഇതായിരുന്നെങ്കിൽ, ഗവൺമെന്റ് ജനങ്ങളുടെ കൂടെ, സ്ത്രീകളുടെ കൂടെ എന്നൊക്കെ പറയുമ്പോൾ ഒരു അമ്മയും ഒരു ഭാര്യയും അതുപോലെ ഒരു പെൺകുട്ടിയും അവർക്ക് അച്ഛനില്ലാതെയായി. നമ്പ്യാരെ, നിങ്ങൾ ആ ക്രിമേഷൻ സീൻ കണ്ടാൽ ആർക്കും ഒരു വിഷമം തോന്നുന്ന പോലെയുള്ള സീനുകളാ, കണ്ടു നിൽക്കാൻ പറ്റില്ല. അവിടെ പോയിട്ട് ഒരു കോമാളിയെ പോലെ ആ കലക്ടർ നിൽക്കുന്നു. എന്നിട്ട് ഇവരുടെ ഒരു അസോസിയേഷൻ കയറി ന്യായീകരണ തൊഴിലാളികളാവുന്നു. നിങ്ങളൊന്ന് ആലോചിക്കണം. ഇതാണ് ഇവിടെ ഈ കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ തട്ടിപ്പ്. ഇവിടെ നിങ്ങൾ നോക്കിക്കോളൂ, ഒരു ജഡ്ജിക്കെതിരെ അലിഗേഷൻ വന്നു, ഉടനടി ജഡ്ജസ് അസോസിയേഷൻ അവർ കയറിയ ഒരു പ്രസ്താവന. അത് കഴിഞ്ഞു അടുത്തത് വന്നു പോലീസ് അസോസിയേഷൻ, അവർക്കും ഒരു അസോസിയേഷൻ. അപ്പോ ഏത് കാലത്താണ് സാധാരണക്കാരനോട് നീതി കിട്ടുക? ഇപ്പോ ഞാൻ മനസ്സിലാക്കിയത്, ഞാനൊരു കുറെ വാച്ച് ചെയ്തപ്പോ കണ്ടാണ്, വക്കീല് പോലും ട്വിസ്റ്റ് ചെയ്യുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷണം മതിയെന്ന്. ഞാൻ മനസ്സിലാക്കിയത് അത് പിന്നീട് ട്വിസ്റ്റായി പോകുന്നു. അദ്ദേഹത്തിന്റെ ഗ്രൗണ്ട് ഉണ്ടാവായിരിക്കാം. ഹൈക്കോടതി, അത് യൂഷ്വലി ഹൈക്കോടതിയിൽ ചില വക്കീൽമാർ ചെയ്യുന്ന പരിപാടിയാണ്. ജാമ്യം തള്ളാറാകുമ്പോൾ മേ നോട്ട് ബി ലോവർ കോടതി കൺസിഡർ ചെയ്യാൻ എഴുതിയാൽ മതി എന്ന് പറയും. അതുപോലെ തള്ളാൻ പോയ സിറ്റുവേഷനിൽ അദ്ദേഹം പറഞ്ഞതായിരിക്കാം. വളരെ സീനിയർ ആയിട്ടൊരു വക്കീലാണ്. പക്ഷെ അദ്ദേഹം ചെയ്ത നടപടികളിൽ ഫൈറ്റ് ചെയ്യണം. അത് ഇവിടെ ദോഷമായാൽ സുപ്രീം കോടതി ഉണ്ടല്ലോ, അതല്ലേ ചിന്ത വേണ്ടത്. അല്ലാതെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നതിന്, സ്റ്റേറ്റ് പോലീസ് അന്വേഷിക്കുന്നതിന് എതിര് നിൽക്കുന്ന സമയത്ത്, അവരുടെ നവീൻ ബാബുവിന്റെ വീട്ടുകാർ പോലും എതിർക്കുന്ന സമയത്ത് ഈ തര കാര്യങ്ങൾ ചെയ്താൽ എല്ലാവരുടെയും ദുരൂഹതയാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു നമ്പ്യാരെ, ഇവിടെയാണ് മാധ്യമങ്ങൾ കുറച്ചും കൂടി ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. ഇതിലെ പിന്നിൽ ആരാണ്? പ്രശാന്ത് ആരുടെ ബിനാമിയാണ്? ഇത് നിങ്ങൾ പുറത്തു കൊണ്ടുവരണം. ഇത് നിങ്ങൾ പുറത്തു കൊണ്ടുവരുമ്പോൾ മാത്രമാണ് ഈ കംപ്ലീറ്റ് നെക്സസ് പുറത്തു വരിക. കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വൈറ്റ് കോളർ കൊട്ടേഷനാണ്. പോലീസ്, അഡ്മിനിസ്ട്രേറ്റീവ് വിങ്, രാഷ്ട്രീയക്കാർ, ഇവിടുത്തെ എല്ലാ പരിപാടികളും ഉണ്ട്. ഞാനിതിപ്പോ പൊളിറ്റിക്കൽ പാർട്ടിയെ കുറ്റം പറഞ്ഞതല്ല, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സാധാരണക്കാരന്റെ ജീവന് പോലും സംരക്ഷണം കൊടുക്കാൻ പറ്റാത്ത ഒരു പോലീസും അതുപോലെ തന്നെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് വിങ്. ഞാൻ രാജൻ, റവന്യൂ മിനിസ്റ്ററുടെ ഒരു ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു ഇത് കണ്ടു, TV-യിൽ എല്ലാവരും ചോദിച്ചപ്പോ അദ്ദേഹം അവരുടെ ഡിപ്പാർട്ട്മെന്റ് നോക്കിയല്ലോ,
അവരുടെ ഫാക്ട് ഫൈൻഡിങ് എന്നാണ് രാജൻ പറഞ്ഞത്. ആ മിനിസ്റ്റർ പറഞ്ഞ ഫാക്ട് ഫൈൻഡിങ്ങിൽ എന്താണ്? ഒരു ലാൻഡ് റവന്യൂ കമ്മീഷണറാണ് കൊടുത്തിരിക്കുന്നത്. ദിവ്യ ഈ പത്രസമ്മേളനം അല്ല, ഈ മീറ്റില് ഇയാളുടെ സെന്റ് ഓഫ് പാർട്ടിയിൽ വന്ന് പറഞ്ഞ എന്താ, അഴിമതി നടന്നിട്ടുണ്ട്. ഇപ്പൊ ദിവ്യക്ക് പറയാൻ പറ്റുമോ? ഇതിലെല്ലാത്തിനും ഉപരി ഏറ്റവും നാണക്കേടുണ്ടാക്കിയ കാര്യം, സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ ജയിലിൽ പോയി സ്വീകരിക്കുന്നു. ഇതിനും വലിയൊരു തെളിവ് എവിടെ വേണ്ടേ? അത് വേറൊരു ഇപ്പൊ ഒരു കോൺഗ്രസ്സുകാരൻ അത് ചെയ്ത്, അല്ലെങ്കിൽ ഒരു BJP-ക്കാരൻ ചെയ്തു, വേറെ ഏതെങ്കിലും വെറുതെ ഇരിക്കുമോ ഇവിടുത്തെ CPM? നിങ്ങളൊന്ന് ആലോചിക്കണം. ഇത്രയും കോൺട്രവേഴ്സിയായ കേസിൽ പോലും അവിടെ ജയിലിൽ പോയി സ്വീകരിക്കുന്നു. അത് കാണിക്കുന്നത് ഇവരുടെ അഹങ്കാരം. അതായത് ഞങ്ങൾക്ക് എന്തും പറ്റും. അതിനുള്ള മറുപടി കൊടുക്കേണ്ടത് ജനങ്ങളാണ്. മീഡിയ ദയവ് ചെയ്ത് ഇത് അന്വേഷിക്കണം. ഈ ബിനാമി നിങ്ങൾ എഴുതി വെച്ചോളൂ നമ്പ്യാരെ, കൃത്യമായിട്ട് നിങ്ങൾ അന്വേഷിച്ചോ. കണ്ണൂർ ബേസ് ചെയ്തിട്ടുള്ള ഈ ഇപ്പോ പുതിയതായി സ്ഥാനം കിട്ടിയ ഒരു മിടുക്കനുണ്ട്. അവിടുത്തെ എല്ലാ ഭൂമാഫിയ ഇടപാട് കണ്ണൂർ കാസർഗോഡ് ഭാഗത്ത് ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ബിനാമിയാണ് പ്രശാന്ത് എന്നാണ് പുറമേ നിന്ന് കിട്ടുന്ന ന്യൂസ്. നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ. കാരണം നിങ്ങൾക്ക് കൂടുതൽ സ്രോതസ്സുണ്ട്, നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. അല്ല വക്കീലെ, അത് പുറത്ത് വന്നിട്ടുണ്ട് ഇതിനകം തന്നെ. ഞാൻ പാണ്ഡ്യാല ഷാജിയിലേക്ക് പോകാം, അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങൾ അറിയും. ശ്രീ പാണ്ഡ്യാല ഷാജി, ഈ പ്രശാന്തൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തത് ബിജു കണ്ടക്കൈ എന്ന് പറയുന്ന AKG സെൻറ്ററിലെ ഓഫീസ് സെക്രട്ടറി ബിജു കണ്ടക്കൈയുടെ മൊബൈലിലേക്കാണ്, വാട്സപ്പ് സന്ദേശമായിട്ടാണ് പോയിരിക്കുന്നത് അല്ലേ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സമിതിയിൽ പുതുതായി ഇദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്, ഈ ബിജു കണ്ടക്കയ്യെ. എന്താണ് ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം പാരമ്പര്യമൊന്നും അറിയില്ല. നമുക്ക് ഇപ്പോൾ അറിയാമല്ലോ, പത്തനംതിട്ടയിൽ A. പത്മകുമാർ അദ്ദേഹം തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞു, 42 വർഷമായി ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. പക്ഷേ രാഷ്ട്രീയ പാരമ്പര്യമൊന്നും ഇല്ലാത്തവരെ പിടിച്ച് സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തി. സ്വാഭാവികമായും പലർക്കും അതിൽ അതൃപ്തിയുണ്ട്. പലരും പറയുന്നില്ല. ഞാൻ തുറന്നു പറഞ്ഞു എനിക്ക് ഈ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ തുടരാൻ എനിക്ക് ആഗ്രഹമില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി. നോക്കൂ, ഒരു രാഷ്ട്രീയ പാരമ്പര്യം ഇല്ലാത്ത ഒരുത്തനെ പിടിച്ച് സംസ്ഥാന സമിതിയിൽ അംഗമാക്കുന്നു, ഒരു പ്രൊമോഷൻ. അപ്പോൾ ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ കൃത്യമായി ഈ ഗൂഢാലോചനയിൽ ഭാഗഭാക്കായിട്ടുള്ളവർ ആരാണ് എന്ന് മനസ്സിലാക്കാൻ പാഴൂർ പഠിപ്പുര വരെ പോകേണ്ട കാര്യമുണ്ടോ? മാത്രമല്ല, ഈ പ്രശാന്തൻ ഒരു ബിനാമിയാണ്. പ്രശാന്തനെ വെച്ച് ആരൊക്കെയാണ് കരുക്കൾ നീക്കുന്നത് എന്ന് പാർട്ടിയിലുള്ളവർക്ക് തന്നെ അറിയാം. നേരത്തെ അഡ്വക്കേറ്റ് പ്രമോദ് പറഞ്ഞതുപോലെ ഒരു ഭൂമാഫിയ, കണ്ണൂർ കാസർഗോഡ് ജില്ലകൾ കേന്ദ്രീകരിച്ച് ഭൂമാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. പൈതൽ മലയിലടക്കം ടൂറിസം വികസിപ്പിക്കാനുള്ള ചില പ്രൊജക്റ്റുകളൊക്കെ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാവരും പറയുന്നത് പെട്രോൾ പമ്പ് എന്ന് മാത്രമാണല്ലോ. അതല്ല, പെട്രോൾ പമ്പ് ഒരു വിഷയമേ അല്ല. ആ വിഷയം അവതരിപ്പിച്ച് യഥാർത്ഥ പ്രശ്നം വഴിതിരിച്ചു വിടാനുള്ളൊരു ശ്രമമാണ് നടന്നത്. അവിടെയാണ് ഈ കോൺസ്പിറസി പാർട്ട്, ഗൂഢാലോചന, അത് കൃത്യമായി അന്വേഷിക്കേണ്ടത്. പക്ഷേ വലിയ IPS ഉദ്യോഗസ്ഥരൊക്കെയുള്ള ഈ പ്രത്യേക അന്വേഷണ സംഘം അതിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടേയില്ല. പകരം ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ഈ കേസിൽ അടിയന്തരമായും കുറ്റപത്രം സമർപ്പിക്കാനാണ് അവർ മുന്നോട്ട് പോകുന്നത്. അഥവാ ഇനിയിപ്പോൾ സുപ്രീം കോടതിയിൽ നവീൻ ബാബുവിൻ്റെ കുടുംബം പോവുകയാണെങ്കിൽ പറയാമല്ലോ, കൃത്യമായിട്ട് ഇതാ കുറ്റപത്രം ഞങ്ങളിത് സമർപ്പിച്ചിരിക്കുന്നു. ഈ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനുള്ള ആശങ്കകൾ അല്ലെങ്കിൽ അവരുടെ അപ്രഹെൻഷൻസ് അതൊക്കെ അടിസ്ഥാനരഹിതമാണ് എന്ന് പറഞ്ഞ് കൈയൊഴിയാൻ അടിയന്തരമായി കുറ്റപത്രം കൊടുക്കുക. അങ്ങനെ ഒരു നീക്കമല്ലേ നടക്കുന്നത്? നമ്പ്യാർ, ഇതിന് ഒരു പ്രധാനപ്പെട്ട വിഷയം അതിൽ രണ്ടുപേരും വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഇപ്പോൾ അവസാനം സംസാരിച്ച അഡ്വക്കേറ്റ് പിന്നെ പ്രമോദ്, അദ്ദേഹം വന്ന് വളരെ ക്രിസ്റ്റൽ ക്ലിയറായി പറഞ്ഞു കഴിഞ്ഞു. വളരെ കൃത്യമായിരിക്കുന്ന CPIM-ൻ്റെ ഉന്നത നേതൃത്വം ഇതിൻ്റെ പുറകിലുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീകണ്ഠാപുരം ബേസ് ചെയ്തിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു എന്താ പറയുക, നമ്മുടെ ഭൂമി ക്രയവിക്രയത്തിനുള്ള രേഖകൾ തയ്യാറാക്കി കൊടുക്കുന്ന ഒരു സംഭവം ഇതിൻ്റെ പുറകിനകത്ത് വളരെ കൃത്യമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ ഏതാണ്ട് ഒരു ഭാഗികമായി അറിഞ്ഞെടുത്തോളം കാലം
പതിനായിരക്കണക്കിന് ഏക്കർ ഭൂമി ഈ വിധത്തിൽ തട്ടിയെടുത്ത് വലിയ തോതിലുണ്ടായിരിക്കുന്ന ക്വാറി മാഫിയ വളരെ ഭീകരമായ തോതിൽ പിന്നെ ഖനനം നടത്തി ഒരു രൂപ പോലും ആ ഭാഗങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പിന്നെ നികുതി ഇനത്തിൽ കൊടുക്കാതെ കടത്തിക്കൊണ്ടുപോകുന്ന സംഭവത്തിൻ്റെ അതിഭീകരവും ഭയാനകവുമായിരിക്കുന്ന ചിത്രം, അതായത് കേരളത്തിലെ ഖജനാവിന് വരേണ്ടിയിരിക്കുന്ന വലിയ തോതിലുണ്ടായിരിക്കുന്ന പണം, ആ സംഭവത്തിൻ്റെതായിരിക്കുന്ന മൊത്തം ഡോക്യുമെന്റുകൾ പിന്നെ നവീൻ ബാബുവിൻ്റെ കയ്യിൽ രേഖയായി അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ്. ഇത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വന്നു എന്ന് അറിയുന്നതോടുകൂടിയാണ് ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും വാനിഷ് ചെയ്യണമെന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാക്കിത്തീരുന്നത്. അതിനുണ്ടാക്കി വച്ചിരിക്കുന്ന വളരെ മനോഹരമായിരിക്കുന്ന ഒരു പ്ലോട്ടാണ് ഈ അഴിമതി ആരോപണം എന്ന് പറയുന്ന ഒരു സംഭവം ശരിക്കും. ഈ അഴിമതി ആരോപണം അതിൻ്റെ ഭാഗമായാണ് അന്നത്തെ CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള MP ജയരാജൻ, ഇപ്പോഴത്തെ പുതിയ ന്യൂലി ഇലക്ടഡ് പിന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ ജയരാജൻ പറഞ്ഞത് വളരെ സതുദ്ദേശപ്രേരിതമായി അഴിമതിക്കെതിരെ നടത്തിയിട്ടുള്ള ഒരു പിന്നെ ധീരയായ ഒരു സഖാവിൻ്റെ ധീരമായ ഇടപെടലായിരുന്നു അത് എന്ന്. അതിന് ഈ പഞ്ചായത്ത് PP ദിവ്യ പറഞ്ഞതാവട്ടെ, ഫയലിൽ ഒരു ജീവിതമുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചിരിക്കുന്ന പിന്നെ മുഖ്യമന്ത്രിയുടെ അതിഉദാത്തമായ, അതേപോലത്തെ പോലെ ഒരു ദൈവതുല്യൻ വേറെയില്ല, അതാണ് അതിഉദാത്തമായിരിക്കുന്ന ഒരു സംഭവം വന്നപ്പോൾ ഒരു ചങ്ക് പടക്കും അതും കൂടി ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ സാധനം പറഞ്ഞത്. നോക്കൂ നിങ്ങൾ ഒരു കഥയുണ്ടാക്കി വരുന്ന ഒരു ഭയാനകമായ ചിത്രം നോക്കൂ നിങ്ങൾ. ആദ്യം വളരെ നേരത്തെ തന്നെ ഇദ്ദേഹത്തെ പിന്നെ ശരിപ്പെടുത്തണമെന്ന് തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ പ്ലോട്ട് തയ്യാറാക്കിയിരിക്കുന്നു. ഈ പ്ലോട്ടുകൾ തയ്യാറാക്കിയെന്ന് അന്വേഷിക്കാതിരിക്കുന്ന ഒരു പോലീസ് അന്വേഷണ സംഘം, അതിനകത്ത് 3 IPS ഉദ്യോഗസ്ഥന്മാരുടേതായിരിക്കുന്ന അന്വേഷണത്തിന്റെ പിന്നെ അതീവ ജാഗരൂകമായ ശ്രദ്ധയുണ്ടെന്ന് പറയുക. ഇത് പറഞ്ഞിട്ട് പോലും ഇത് അന്വേഷിക്കാതിരിക്കുകയും ആരാണ്ട് ഏതോ ഞൊണ്ണന്മാരെ കൊണ്ട് എഴുതി വെച്ചിരിക്കുന്ന സാധനം കൊണ്ടുപോയി കോടതിയിൽ സബ്മിറ്റ് ചെയ്യുകയും ചെയ്യുക. ഇവിടെ തിരിച്ചറിയുന്ന സംഭവം പറഞ്ഞാല് പിന്നെ നമ്മൾക്കെല്ലാം കൃത്യമായിട്ട് അറിയുന്നതാണ്. കേരളത്തിലെ പ്രത്യേകിച്ച് കണ്ണൂർ നടക്കുന്ന എണ്ണം പറഞ്ഞിരിക്കുന്ന ദുരൂഹമായ പിന്നെ കൊലപാതകങ്ങൾ, എണ്ണം പറഞ്ഞ ദുരൂഹമായ കൊലപാതകങ്ങൾ, അതിലേറ്റവും ഭയാനകവും ഞെട്ടിപ്പിക്കുന്നതുമായ കൊലപാതകമാണ് എൻ്റെ നാട്ടിൽ നടന്നിരിക്കുന്ന ഒരാൾ എറണാകുളത്ത് തീവണ്ടി തട്ടി മരിച്ച സംഭവം. ആരാണ് അന്വേഷിച്ചത്? മിസ്റ്റർ നമ്പ്യാർ, ആരാണ് അന്വേഷിച്ചത്? ഞാൻ നിരന്തരമായി ആവർത്തിക്കുന്ന സംഭവമാണിത്. ആരാണ് അന്വേഷിച്ചത്? ഇതുവരെ എത്ര സംഭവങ്ങൾ. കുട്ടികൾ നിലവിളിച്ചപ്പോൾ വാ പൂട്ടാനാണ് പറഞ്ഞത്, പുട്ടണാവ എന്നാണ് പറഞ്ഞത്. കുട്ടികളുടെ അക്ഷരം ഉരിയാടിയില്ല. ഈ പ്രദേശത്തുള്ള ആളുകൾ മുഴുവൻ തന്നെ ഈ കൊലപാതകമാണെന്ന് അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിങ്ങനെ ഉത്കണ്ഠപ്പെട്ട് നിൽക്കുമ്പോഴാണ് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് അത് പാർട്ടി അന്വേഷിച്ചതാണ്. വേറെ വർത്താനം വേണ്ട കേട്ടോ. ഒരാൾ പിന്നീട് മിണ്ടിയിട്ടില്ല, ഒരക്ഷരം ഇന്നുമില്ല. ഈ പറയുന്ന ഞാനോ അല്ലെങ്കിൽ കേൾക്കുന്ന നിങ്ങളും അല്ലെങ്കിൽ അഭ്യാസപ്പെടുത്ത ആൾക്കാർ മാത്രമേ ഈ സാധനം ഇപ്പോഴും ആവർത്തിക്കുന്നുള്ളൂ എന്നൊരാൾ. ഇതുപോലെ നിരന്തരമായി നടക്കുന്ന ഗൂഢാലോചനകൾ, നിരന്തരമായി നടക്കുന്ന പിന്നെ അതിക്രൂരമായ കൊലപാതകങ്ങൾ, ഒരാളും തിരിച്ചറിയാതെ പോകുന്ന അദൃശ്യമായ കരങ്ങളാൽ നടക്കുന്ന കൊലപാതകങ്ങൾ, ഇതെല്ലാം തന്നെ ഒരു സമൂഹത്തിനകത്ത് സൃഷ്ടിച്ച് സമൂഹത്തെ ഭീതിയിലാഴ്ത്തി ഭരിക്കുക എന്നാണ്. ഈ ഭരിക്കുന്നതിന്റെ ഭാഗമായി വരാവുന്ന ഒരു ഭാഷയാണ് ഈ പറയുന്ന PP ദിവ്യ അന്ന് ആർക്കെതിരെ പ്രയോഗിച്ചത്? ഈ പറയുന്ന നവീൻ ബാബുവിനെതിരായിട്ട് പ്രയോഗിച്ചത്. നിങ്ങൾ ആലോചിക്കണമേ, ഇത്രമാത്രം പറയാനുണ്ടായിരിക്കുന്ന ഒരു അഹങ്കാരം, അല്ലെങ്കിൽ അതിന് മാത്രം ഉണ്ടായിരിക്കുന്ന ഒരു ധാർഷ്ട്യം ഇവിടെ നിന്നാണ് ഈ ചെറിയ പ്രായത്തിനകത്ത് ഈ കുട്ടി നേടിയെടുത്തത്? എവിടെ നിന്നാണ് ഈ കുട്ടി നേടിയെടുത്തത്? ഇത് നേടിയെടുത്തത് എവിടെ നിന്നാണ് എന്നുള്ള ചോദ്യം പോലും ചോദിക്കാതിരിക്കാനുള്ള ഒരവസ്ഥ നിർമ്മിക്കപ്പെടുന്നിടത്ത് വരാവുന്ന ഭയാനകതയാണ് യഥാർത്ഥത്തിൽ എന്ത് വരുന്നത്? ശരിക്ക് ഈ കണ്ണൂർ ജില്ല എന്ന് പറയുന്ന സംഭവം യഥാർത്ഥ ഇത്തരത്തിൽ നടക്കാവുന്ന ഒരുപാട് ഭയാനകമായ കൊലപാതകങ്ങളെ ഇനി നടക്കാനിരിക്കുന്ന ഒട്ടനവധി സംഭവങ്ങൾ വേറെയും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു പിന്നെ നവീൻ ബാബുവിന്റെ ആത്മഹത്യയാണോ അല്ലെങ്കിൽ കൊലപാതകമാണോ എന്ന് തിരിച്ചറിയാതിരിക്കാൻ പോലീസ് കാണിക്കുന്ന ജാഗ്രതയുണ്ട്. ആ ജാഗ്രതക്ക് ഒരൊറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ. അതെന്താണ്? നാളെ ഇനിയും നടക്കാനിരിക്കുന്ന ഒരുപാട് ദുരന്തങ്ങളുണ്ട്. ആ ദുരന്തങ്ങളെ കൂടി ബ്ലോക്ക് ചെയ്യാനുള്ള വളരെ സമർത്ഥമായ സംഭവത്തിന്റെ ഭാഗമാണ്. ഇവിടെയാണ് ഞാൻ കോടതിയെ കുറ്റം പറയാനോ അല്ലെങ്കിൽ വിമർശിക്കാനോ ഉണ്ടാകുന്ന വിവരമോ അറിവോ കഴിവോ ഒന്നും എനിക്കില്ല. പക്ഷെ ഞാനൊരു സംശയം ഉന്നയിക്കുകയാണ്. എന്തേ കോടതികൾ പോലും ഇതിനകത്ത് ഈ നിർഭാഗ്യകരമായിരിക്കുന്ന മൗനം പാലിക്കുന്നു? ഇതിനകത്ത് ഇവർക്കിത് അറിയാത്തതുകൊണ്ടോ മനസ്സിലാക്കാത്തതുകൊണ്ടാണോ? ഇതൊക്കെ വളരെ കൃത്യമായി ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതുകൊണ്ടാണ്. പക്ഷേ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, റിട്ടയർ ചെയ്ത് പുറത്തേക്ക് വരുന്നിരിക്കുന്ന ഒരു ജഡ്ജിക്ക് നാളെ ഈ പറയുന്ന സ്ഥലത്തൂടെ ജീവിക്കണമോ വേണ്ടയോ എന്ന് ഇവർ തീരുമാനിച്ചാലോ ഒന്നും ഒരു വസ്തു അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇത് ചെയ്യാൻ കഴിയാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ഈ കേരളത്തിന്റെ അകത്തെ സംവിധാനം എന്തായി മാറിയെന്നറിയോ? കേരളത്തിലെ സംവിധാനം യഥാർത്ഥത്തിൽ, അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, റവല്യൂഷൻ നടക്കാത്ത രാജ്യമാണ് ഇന്ത്യ.
റവല്യൂഷൻ നടക്കാത്ത രാജ്യമാണ് ഇന്ത്യ. അത് മഹാഭാഗ്യവുമാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ പറയാണ്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് മഹാമോശമാണെന്ന് ഞാൻ പറയാം. പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നത് മഹാഭാഗ്യം. അതുകൊണ്ട് മാത്രമാണ് കേരളത്തിനകത്ത് ഇപ്പോൾ ഈ കണ്ണൂർ ജില്ലക്കകത്ത് ഈ നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന വിഷയം വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയും അത് കോടതിയുടെ മുമ്പിൽ പരിഗണനയ്ക്ക് വരാനുള്ള സാധ്യതകൾ ഉരുത്തിരിഞ്ഞു വരികയും ചെയ്തത്. അല്ലെങ്കിൽ എന്റെ നാട്ടിൽ ഉള്ളയാൾ തീവണ്ടി തട്ടി മരിച്ചപ്പോ അതിനെക്കുറിച്ച് എൻക്വയറി അവസാനിക്കുകയാണ്. എൻക്വയറി എത്ര സംഭവങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ. ഇങ്ങനെ വരാവുന്ന ഭയാനകം ഉണ്ടാക്കി ഇവരാണ് ഈ കേരളത്തിനകത്തെ ജനാധിപത്യത്തെ കുറിച്ച് ഏറ്റവും ഗംഭീരമായി സംസാരിക്കുന്നത് പറയുന്നത്. ഈ സംസാരം വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം കിടക്കുന്നത് എവിടെയാണ്? മരിക്കുന്നത് വാസ്തവത്തിൽ ആരാണ്? മരിച്ചു പോയിക്കുന്നത് നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെയോ മാത്രമല്ല വിഷയം. മറിച്ച് ഈ കേരളീയ പൊതുസമൂഹത്തിനകത്ത് വളർന്നു വരേണ്ടിയിരിക്കുന്ന ജനാധിപത്യ ബോധങ്ങളെയും ജനാധിപത്യ മൂല്യങ്ങളെയുമാണ് നശിക്കുന്നത്. ഇവിടെയാണ് ഈ CPIയുടെ അയാൾ പറഞ്ഞിരിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അയാൾക്ക് സങ്കടം എവിടെയാണ്? ഒരു വനിതാ സഖാവിന്റെ കേഡർഷിപ്പ് പോയതിന്റെ മേലെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കേഡർ തൊലഞ്ഞു പോയത്. ഇവിടെ വരേണ്ടത് സങ്കടമുണ്ട്. ആ സങ്കടം ഏതാണ്? ആ സങ്കടം ധർമ്മസങ്കടമാണ്, ധാർമ്മികമായ സങ്കടമാണ്. ഈ ധാർമ്മികമായ സങ്കടം അനുഭവിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് സർ രാഷ്ട്രീയക്കാരനാവുന്നത്? ഇവിടെയാണ് ഈ രണ്ട് കുട്ടികളുടെ, നവീൻ ബാബുവിന്റെ കൊല്ലപ്പെട്ടു പോയിരിക്കുന്ന അല്ലെങ്കിൽ മരിച്ചു പോയിരിക്കുന്ന ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന നവീൻ ബാബുവിന്റെ രണ്ട് മക്കളുടെ ധർമ്മസങ്കടങ്ങൾ. ഈ ധർമ്മസങ്കടങ്ങൾ കാണുന്നതിൽ എവിടെയാണ് കോടതി പരാജയപ്പെടുന്നത്? ഇവിടെ നമുക്ക് വരുന്ന തെളിവുകളാണ്. ഈ തെളിവുകളെ മുഴുവൻ നിങ്ങൾ വായിക്കുകയാണ്. എല്ലാ തെളിവുകളും നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ കോടതിയുടെ മുമ്പിൽ എന്താണുള്ളത്? ഒന്നുമില്ലാത്ത അവസ്ഥ വരുമ്പോഴാണ് എവിടെ നിന്നോ അദൃശ്യമായ ഒരു കൈ, അല്ലെങ്കിൽ അദൃശ്യമായിരിക്കുന്നത് വെളിച്ചം പോലെയാണ് ഇപ്പോൾ എന്ത് വന്നത്, അത് ദൃശ്യമായി വരികയാണ്. ആ വെളിച്ചമാണ് ഈ പറയുന്ന ജോയിന്റ് റവന്യൂ ഇവരുടെ സെക്രട്ടറിയുടെ ഒരു റിപ്പോർട്ടിലൂടെ ഇത് അന്വേഷിക്കേണ്ടതുണ്ട്. ഇത് അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ അത് അന്വേഷിക്കേണ്ടത് എന്തിനാണ്? ഇത് അന്വേഷിക്കേണ്ടതെന്ന് പറഞ്ഞ വാശി എവിടെയാണ് കിടക്കുന്നത്? ഇനി മരണങ്ങളുടെ കഥ പറയുകയാണെങ്കിൽ മരണങ്ങളുടെ കഥ പറയാണ്. ഈ വിഷം ചെന്ന് മരിച്ചിരിക്കുന്ന എത്ര ആളുകളുണ്ട് ഈ കണ്ണൂർ ജില്ലയിൽ? വിഷം ചെന്ന് മരിച്ചവർ ഒരൊറ്റ തരത്തിൽ പോലും ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല. എനിക്കറിയാവുന്നതാണ്. എത്രയോ മരണങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ ഒരു ദിവസം സംഭവിക്കുന്നതല്ല. നിങ്ങൾ നിരന്തരമായി പല ഘട്ടങ്ങളിലായി കൊടുത്തേക്കുന്ന സ്ലോ പോയിസൺ കൊടുത്ത് നടത്തിക്കുന്ന എത്ര മരണങ്ങൾ, അതെല്ലാം തന്നെ പ്ലാൻഡ് മേഡേഴ്സ് ആണ്. ഇതെല്ലാം നടത്തിയാൽ പോലും ഒന്നും സംഭവിച്ച ഒരൊറ്റയാൾ കോടതിയിൽ പോവില്ല. ഇനി കോടതിയിൽ പോയാൽ പോലും വരുന്നത് എവിടെയാണ്? കോടതിയിൽ പോയാൽ പോലും ഈ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ കൊടുത്തിരിക്കുന്ന സംഭവത്തിനകത്ത് ഒരു വലിയ ചീറ്റിംഗ് അല്ലേ നടത്തിയ ശ്രീകുമാർ അല്ലേ? അദ്ദേഹം ചെയ്യാൻ പാടില്ല ആരാണോ ചെയ്തത്? അദ്ദേഹം അത് ചെയ്തതിന്റെ ഗതികേട് എന്താണ്? അത് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ മതി. ക്രൈംബ്രാഞ്ച് ഏത് ക്രൈംബ്രാഞ്ച്? ആരതാണ് ക്രൈംബ്രാഞ്ച്? ഈ പോലീസിനെ നയിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള സാധനമല്ലേ ക്രൈംബ്രാഞ്ച്? ഇത് മുഴുവൻ തന്നെ വരിഞ്ഞ് കെട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയിൽ, അത്തരം ഒരു അവസ്ഥയിൽ നിന്ന് എനിക്ക് അറിയില്ല, സാങ്കേതികമായ വിഷയത്തെക്കുറിച്ചോ നിയമപരമായത്തെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് അറിയില്ല. പക്ഷേ ഇത് എങ്ങനെ വന്നാൽ പോലും ഇത് CBI എൻക്വയറിയിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയാവുന്ന ഒരു നിയമപരമായ അന്വേഷണത്തിനുള്ള സാധ്യത തുറക്കു നിർത്തി വെച്ചു മാത്രമാണ് ഇതെന്താ പറയാ, ഇത് പാതാളം പോലെ കിടക്കുന്ന ദുരൂഹമായിരിക്കുന്ന ഈ ഒരു ഗാങ്സ്റ്റർ സംഭവം ഉണ്ടല്ലോ. നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും കൊല്ലാം. ആ കൊന്നിരിക്കുന്ന സംഭവത്തെ ന്യായീകരിക്കാൻ നിങ്ങൾ പുതിയ കഥകൾ ഉണ്ടാക്കുന്നു. ആ കഥകൾ ഉണ്ടാക്കുമ്പോൾ PP ദേവിയുടെ പേര് നടപടിയെടുത്തില്ലേ? PP ദേവിയുടെ നടപടിയെടുത്ത ദൃശ്യമാണ് അവസാനിച്ചു എന്നാണോ? മരിച്ചു പോയിരിക്കുന്ന ഈ കുടുംബത്തോട് ആര് സമാധാനം പറയൂ? ഇത്തരത്തിൽ ഒരു വിഷയങ്ങളുമില്ല. അപ്പോഴും എന്ത് ചെയ്യാണ്? ഈ പറയുന്ന ശ്രീകണ്ഠാപുരം തൊട്ട് ഇങ്ങോട്ട് വരാവുന്ന മേഖലയിൽ നടക്കുന്ന ഖനനങ്ങൾ നിർബാധം എന്നോണം നടക്കുകയും ചെയ്യുന്നു. ഈ നിർബാധം നടക്കുന്നതിന് ആരാണ് അന്വേഷിച്ചത്? ഈ കണ്ണൂർ ജില്ല കാസർഗോഡ് ജില്ലക്കകത്ത് ജിയോളജിക്കായി വന്നിരിക്കുന്ന എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ട് കൃഷ്ണ നമ്പ്യാർ? നിങ്ങൾക്കറിയാമോ എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ട്? ആകെ 4 ഉദ്യോഗസ്ഥന്മാരാ. 4 ഉദ്യോഗസ്ഥന്മാർ എത്ര ആളുകൾ ഇതിനകത്ത് ഒപ്പിട്ട് കൊടുക്കും? എല്ലാവരും ഒപ്പിട്ട് കൊടുക്കും. കാരണം ഒപ്പിട്ട് കൊടുത്തില്ലെങ്കിൽ വീട്ടിൽ പോകാൻ കഴിയില്ല. ഇങ്ങനെ വരിഞ്ഞു കുറിയിരിക്കുന്ന ഒരു സംഭവത്തിന്റെ ഭാഗമായാണ് അത്. പെറ്റീഷൻ എവിടെ പോകുന്നു? പെറ്റീഷൻ കൊടുക്കുന്നു AKG സെന്ററിലേക്ക് പെറ്റീഷൻ കൊടുക്കുന്നു. അത് റെക്ടിഫൈ ചെയ്ത് തിരുത്തിയിട്ട് ആര് കൊടുക്കുന്നു? AKG സെന്ററിന്റെ അന്നത്തെ ആഫീസ് സെക്രട്ടറി, ഇപ്പോഴത്തെ പുതിയ എന്താ പറയാ നേരിട്ട് അതിലേക്ക് പ്രവേശിക്കപ്പെട്ടിരിക്കുന്ന ഈ ബിജു കണ്ടക്ക ചെയ്ത ആൾ. അങ്ങനെയാണ് പത്രങ്ങൾ സാധനം വന്നത്. അയാൾ ഈ കേസിനകത്ത് അന്വേഷിക്കേണ്ട കാര്യമില്ലേ? ഈ കേസിനകത്ത് അയാളെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതില്ലേ? അപ്പൊ ഇതൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ എന്താണ് വാസ്തവം? ഗവൺമെന്റിനെ നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ടിരിക്കുന്ന ശക്തിയുടെ ഭാഗമായി നിൽക്കുന്നവരാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ടിരിക്കുന്ന ഈ സംഭവത്തിന്റെ എല്ലാം എന്താ പറയുക ഗൂഢാലോചനക്കാരെന്ന് പൊതുജനം ആരോപിക്കുന്നത് നമ്മുടെ മുമ്പിൽ ഏതാണ്ട് അത് റിവീൽ ചെയ്യപ്പെടുകയാണ്. ഈ റിവീൽ ചെയ്യപ്പെടുന്ന സംഭവത്തിന്റെ മേലെയാണ് യഥാർത്ഥത്തിൽ അന്വേഷിക്കേണ്ടത്. ഈ അന്വേഷണം വരുമ്പോഴാണ് നേരത്തെ ആദ്യ തുടക്കത്തിൽ സംസാരിക്കുന്ന അഡ്വക്കേറ്റ് ഉണ്ടല്ലോ, ഹൈക്കോടതി അഡ്വക്കേറ്റ്, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ IAS ഉദ്യോഗസ്ഥന്മാർ
ഈ IAS ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ആരാണ് വാസ്തവത്തിൽ? ആരാണ് നിയന്ത്രിക്കുന്നത്? ആ നിയന്ത്രിക്കുന്നത് പാർട്ടി വന്നില്ലേ? ഇല്ല എങ്കിൽ ഈ പറയുന്ന കണ്ണൂർ ജില്ലയിൽ IAS ഉദ്യോഗസ്ഥനായിരിക്കുന്ന ഒരാൾ പാർട്ടിക്ക് സമാനമായിരിക്കുന്ന സ്ഥലത്ത് പോയി ഈ സംഭവത്തിന് ശേഷം ഒരു ചടങ്ങിൽ പങ്കെടുത്തത് നമ്മളെല്ലാവരും പത്രത്തിൽ കണ്ടുവല്ലേ? ഇങ്ങനെ പോകാൻ മാത്രമുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾ എന്തിനാണ് ഇത്രയും ഗൗരവതരമായിരിക്കുന്ന ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുകൾ പാസ്സായത്? എന്തിനാണ് സാർ ഇത് പാസ്സായത്? എന്താ പാസ്സായത്? ഞങ്ങൾക്ക് ഏതെങ്കിലും പാർട്ടിയുടെ ബ്രാഞ്ചിന് മെമ്പറായ പോലെ എന്താ ഒരു കുഴപ്പമില്ലല്ലോ. പക്ഷെ ഇത്രയും വലിയ തോതിലുണ്ടായ ഒരു പരീക്ഷ പാസ്സാകുക, ആ പരീക്ഷ പാസ്സായിട്ട് പോലും ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ പരീക്ഷ പാസ്സായത് എന്നുള്ള ധാർമ്മികമായിരിക്കുന്ന ചോദ്യവും രാഷ്ട്രീയ ഉത്തരവാദിത്തത്തിന്റെ ചോദ്യവും ചോദിക്കാതെ നിങ്ങൾ ഇവിടെയും വിനീതനും വിധേയനുമായി ഇത് ചെയ്യുമ്പോൾ മരിക്കുകയും അല്ലെങ്കിൽ കൊല്ലപ്പെടുകയും ചെയ്യുന്ന ആരാണ്? യഥാർത്ഥത്തിൽ ജോലി ചെയ്യുന്ന ആളുകളെയാണ് എന്തിനു വേണ്ടി കറപ്ഷന്റെ ഭാഗമായി കൊല്ലുകയാണത്. അങ്ങനെ കൊല്ലുന്നൊരവസ്ഥക്ക് എതിരായി വരേണ്ടുന്ന ഒരു സംഗതിയുടെ ഭാഗമായി വരേണ്ടിയിരിക്കുന്ന ഒരു വിഷയം ഇത്തരത്തിലുള്ള സംഭവത്തിന് എതിരായി വരുന്ന ഒരു വലിയ നിയമയുദ്ധമാണ് നടക്കേണ്ടത്. ആ നിയമയുദ്ധത്തിനുള്ള സാധ്യത ഒരുപക്ഷെ ഈ ഒരു കേസ് വീണ്ടും റീഓപ്പൺ ചെയ്യണമെന്ന് പറയുന്ന സംഭവത്തിലൂടെ രൂപപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് ഒരുപക്ഷെ ഈ ഗൂഢാലോചനയിൽ വന്നിരിക്കുന്ന ആളുകളെ പുറത്തു കൊണ്ടുവരാൻ പര്യാപ്തമാകുമെന്നും ഞാൻ കരുതുന്നു. സാർ, നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം അത് അംഗീകരിക്കപ്പെടാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? എന്തായാലും സുപ്രീം കോടതിയിലേക്ക് പോകും. മാത്രമല്ല നമ്മുടെ സാധാരണക്കാരുടെ ഈ കേസിൽ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നവരുടെ സംശയങ്ങൾ പോലും സംശയങ്ങളായിട്ട് അവശേഷിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ ഇപ്പോഴുള്ളത്. അപ്പോൾ ശ്രീ പണ്ഡ്യാല ഷാജി പറഞ്ഞ പോലെ കൃത്യമായിട്ട് നവീൻ ബാബുവിൻ്റെ ഈ ദുരൂഹമരണം മാത്രമല്ല, പലരും ഈ രീതിയിൽ മരണപ്പെട്ടിട്ടുണ്ട്, കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എവിടെയും അന്വേഷണം ചെന്നെത്തിയിട്ടില്ല. കൃത്യമായ പഠനത്തിന് വിധേയമാക്കേണ്ടതാണത്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ എങ്കിലും എത്രത്തോളം സാധ്യതയുണ്ട്? ഈ കേസ് എന്തായാലും വീണ്ടും ഓപ്പൺ ചെയ്തിരിക്കുകയാണ്, വീണ്ടും ചർച്ചയിലേക്ക് വരുന്നു. എല്ലാം അവസാനിച്ചു എന്ന് കരുതി ആശ്വസിക്കുന്നവർ നിരവധി പേരുണ്ടാകും. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ ഈ ഗാങ്സ്റ്റർ ഗ്രൂപ്പ്, ഈ മാഫിയ, അവരൊരു പക്ഷേ സന്തോഷിക്കുന്നുണ്ടാകും. പക്ഷേ അവരുടെ സന്തോഷത്തിന് അധിക നാളില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അത് പറയാൻ ഉള്ള എന്തൊക്കെ സാധ്യതകൾ ഉണ്ട്? താങ്കൾക്കൊന്ന് പറയാൻ പറ്റുമോ? ഒരു ഭയങ്കര സാധ്യത ഈ ഡിവിഷൻ ബെഞ്ചിൻ്റെ ജഡ്ജ്മെൻറ്റിന് ശേഷം SIT തന്നെ മഞ്ജുഷയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിരിക്കുകയാണ്. കാരണം ഇത് ഒരുപാട് പേരുടെ ശ്രദ്ധയിൽ വന്ന് കാണത്തില്ല. ഈ സിംഗിൾ ബെഞ്ച് വാദം നടത്തിയത് നവംബർ ലാസ്റ്റോ ഡിസംബർ ഫസ്റ്റിലോ ഉണ്ടായിരുന്നു. അതിൻ്റെ ടുക്ക് എ ലോങ് ടൈം. ജനുവരി മാസം 6-ാം തീയതിയാണ് അതിൻ്റെ ജഡ്ജ്മെൻറ്റ് പറയുന്നത്. അത് SITക്ക് ഒരുപാട് നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കുന്നു. അത് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി മഞ്ജുഷയും കൂടി ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമാക്കണം, ഈ കൊലപാതകമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കണമെന്ന് കുറേ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് ജനുവരി മാസം 6-ാം തീയതി. ജനുവരി മാസം 30-ാം തീയതി മഞ്ജുഷ അപ്പീൽ ഫയൽ ചെയ്യും. അതിൽ 6-ാം തീയതി ഡിവിഷൻ ബെഞ്ച് വാദം കേൾക്കുന്നു. അതിനുശേഷം 11-ാം തീയതി രാംകുമാർ സാറും ചെല്ലുന്നു. 3-ാം തീയതി ഈ ഡിവിഷൻ ബെഞ്ച് വിധി പറയുന്നു. വിത്തിൻ 2 or 3 days SIT കൊണ്ട് ഈ കുറ്റപത്രം സമർപ്പിക്കുന്നു. ഹൈക്കോടതിയുടെ പറഞ്ഞ് നിങ്ങളൊക്കെ പോയി നിങ്ങളുടെ ജോലിയൊക്കെ ഞങ്ങൾക്കറിയാം എങ്ങനെ, അതായത് ഈ വിധി വരുന്നതിന് മുമ്പ് ഈ വിധി എങ്ങനെ ആയിരിക്കും എന്ന് ഒരുപക്ഷെ അറിയാമായിരിക്കും. അല്ലെങ്കിൽ ഈ ഹൈക്കോടതിയുടെ ഒരു ഡയറക്ഷനും പരിഗണിക്കാതെ തന്നെ അവരുടേതായിട്ടുള്ള രീതിക്ക് അന്വേഷണം നടത്തി കുറ്റപത്രം റെഡിയാക്കി വച്ചിരിക്കുകയായിരുന്നു. അതായത് ഡിവിഷൻ ബെഞ്ചിൻ്റെ ഈ വിധി വരിക, കുറ്റപത്രം ഫയൽ ചെയ്യുക. ഈ ഒരു കാര്യം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുമ്പാകെ അവതരിപ്പിക്കണം. കാരണം ഈ അന്വേഷണം SIT വന്നിട്ട് ഈ ഹൈക്കോടതി ജഡ്ജ്മെൻറ്റിന് പോലും ഒരു വിലയും കൊടുക്കുന്നില്ല. ഇത് അവർ പ്രീ പ്ലാൻഡ് ആയിട്ട് ഒരു കുറ്റപത്രം തയ്യാറാക്കി വച്ചു. ഈ വിധി വന്നതിന് ഉടനെ തന്നെ ഫയൽ ചെയ്തു. രണ്ടാമതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ ഇൻവോൾവ് ആയ കേസാണെന്നുണ്ടെങ്കിൽ അതിൽ CBI കൊടുക്കാമെന്ന് നിരന്തരം സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അതിൽ ഈ കളക്ടറുടെ ഇൻവോൾവ്മെന്റ് കളക്ടറെ പ്രതിയാക്കണം. ഹീ ഈസ് എൻ അക്യൂസ് ഇൻ ദിസ് കേസ്. അറ്റ്ലീസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ഇല്ലീഗൽ ഒമിഷൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിക്കും ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ല. ആ സിറ്റുവേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ വന്നിട്ട് അദ്ദേഹത്തിനെ പ്രതിയാക്കണം. അതുപോലെ തന്നെ ഈ IAS ലോബി ഈ കേസിൽ ഇൻ്റർഫിയർ ചെയ്യുന്നു. അത് പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ കോപ്പിയും കൂടെ എടുക്കുക. ഈ IAS ഓഫീസേഴ്സ് അസോസിയേഷൻ കൊടുത്ത ആ പരാതിയുടെ ഇതും കൂടെ എടുക്കുക. അത് ദേ വേർ അൺനെസസറിലി ഇൻ്റർഫിയറിംഗ് വിത്ത് ദ
ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദ കേസ് എന്നുള്ള ഒരു ഇതെടുക്കുക. പിന്നെ വന്നിട്ട് പിന്നെ മഞ്ജുഷയുടെ ഇത് മൗലികാവകാശം സംരക്ഷിക്കപ്പെടണം. അതാണ് നേരത്തെ പറഞ്ഞ ഈ കേസ് വെസ്റ്റ് ബംഗാൾ വേഴ്സസ് ദ കമ്മിറ്റി ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് ഡെമോക്രാറ്റിക് റൈറ്റ്സ്. ഭരണഘടനാ ബെഞ്ച് 5 ജഡ്ജിമാരെന്ന് പറഞ്ഞതാണ്. അതായത് സ്റ്റേറ്റിൻ്റെ അനുവാദം ഇല്ലാതെ തന്നെ ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും വന്നിട്ട് CBI അന്വേഷണം അനുവദിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ജഡ്ജ്മെൻറ്റിനെ തന്നെ എടുത്തിട്ട് പറയുക, നല്ലൊരു വക്കീലിനെ വയ്ക്കുക. ഇത് പറ്റുന്നുണ്ടെങ്കിൽ നമുക്കിതിപ്പം ഒരു കുറ്റകൃത്യം എന്ന് പറയുന്നത് ഇപ്പം മഞ്ജുഷയ്ക്കും കുട്ടികൾക്കും എതിരെ മാത്രമുള്ളൊരു കുറ്റമല്ല. ഒരു കുറ്റകൃത്യം വരുമ്പോൾ അത് സമൂഹത്തിന് എതിരായിട്ടുള്ള കുറ്റമാണ്. അപ്പോൾ ഇത് സമൂഹത്തിൻ്റെ തന്നെ ആവശ്യമാണ്. പിന്നെ അവസാനത്തെ പോയിൻ്റ്, ഈ കേരളത്തിലുള്ള ആരും തന്നെ ഈ അന്വേഷണം ശരിയാണെന്ന് വിചാരിക്കുന്ന 1%-2% പേര് കാണുമായിരിക്കും. ദേ മേ ഹാവ് ദെയർ ഓൺ റീസൺസ് ഫോർ ദാറ്റ്. അല്ലെന്നുണ്ടെങ്കിൽ മെജോറിറ്റി ഓഫ് ദ പബ്ലിക് ഇൻ കേരള അവരെ സംബന്ധിച്ചോളം ഈ നീതിയുക്തമായ അന്വേഷണം നടക്കുന്നില്ല എന്ന് തന്നെയാണ്. അപ്പം നീതി നടപ്പായാൽ മാത്രം പോരാ, അത് നടപ്പിലാക്കപ്പെടുന്നു എന്ന് പൊതുജനത്തിന് ഒരു ബോധ്യം കൂടെ വരണം. അപ്പം മലയാളികൾക്ക് ആ ബോധ്യം ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഈ ഗ്രൗണ്ട്സൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നല്ലൊരു വക്കീലും ആയിരിക്കണം, ഒരു ക്രെഡിബിളായിട്ടുള്ളൊരു വക്കീൽ തന്നെ ആയിരിക്കണം. അതിന് ഇവിടെ പ്രതിപക്ഷവും BJP കൊണ്ട് അവരൊക്കെ വിചാരിച്ചാൽ നിസ്സാരമായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. പൊതുജനങ്ങൾക്കും അതിൽ സഹകരിക്കാൻ പറ്റും, കാരണം വലിയ ഫീസും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇഫ് യു ഗോ ടു ദ സുപ്രീം കോർട്ട് സീരിയസ് ആയിട്ട് തന്നെ അതിനെ ഡീൽ ചെയ്യണം. കാരണം ഇത് വന്നിട്ട് ഒരു ലാൻഡ് മാർക്ക് ജഡ്ജ്മെൻ്റ് ആയിരിക്കും. CBI അന്വേഷണം അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മുഖത്തേക്കാൻ ഒരു അടിയായിരിക്കും, ഒരു ലാൻഡ് മാർക്ക് ജഡ്ജ്മെൻറ്റും ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെ മഞ്ജുഷ പോവുകയാണെങ്കിൽ എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അഡ്വക്കേറ്റ് അനിൽ നായർ, ഇപ്പോൾ നിങ്ങൾ ഉന്നയിച്ച ഒരുപാട് ആശങ്കകളുണ്ടല്ലോ. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള ആധികൾ ആണല്ലോ നിങ്ങൾ കോടതിയുടെ മുമ്പിൽ വെച്ചത്. അതിനുശേഷം ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ അന്വേഷണത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ നവീൻ ബാബുവിൻ്റെ ഭാര്യ, അതുപോലെ ബന്ധുക്കൾ അല്ലെങ്കിൽ സഹോദരൻ, ഇവരോട് എന്തെങ്കിലും കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നോ, അതോ അതിനുശേഷവും അവരുടെ സ്വന്തം നിലക്ക് തന്നെയാണോ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത്? അതായത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെ നിർദ്ദേശങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. പിന്നെ ഇതിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വിഷയം, ഈ ശ്രീ നവീൻ ബാബുവിൻ്റെ നിരാശ്രയമാക്കപ്പെട്ട കുടുംബം ആവശ്യപ്പെടുന്നത് ആരെയെങ്കിലും അങ്ങ് ശിക്ഷിച്ചു കളയണമെന്നല്ല. നിഷ്പക്ഷവും സുതാര്യവുമായ ഒരു അന്വേഷണം നടത്തി എന്താണോ മരണത്തിൻ്റെ പിന്നിലെ ദുരൂഹത അത് ബഹുമാനപ്പെട്ട കോടതിയെയും പൊതുജനങ്ങളെയും ബോധ്യപ്പെടുത്തണമെന്നാണ്. അപ്പോൾ നിഷ്പക്ഷവും സുതാര്യവുമായ ഒരു അന്വേഷണവും ഒരു ട്രയലും എന്ന് പറയുന്നത് പ്രതിയോടൊപ്പം തന്നെ ഇരയുടെയും അവകാശമാണ്. ആരെയും പെട്ടെന്നൊരു പ്രതിസ്ഥാനത്തേക്ക് നിർത്തണമെന്നല്ല ആവശ്യപ്പെട്ടത്. ഇവിടെ മനഃപൂർവ്വം ജനറൽ പബ്ലിക്കിൻ്റെ മുമ്പിലും ഒരു കോൺഫിഡൻസ് നമ്മുടെ ഭരണവ്യവസ്ഥയെപ്പറ്റി, നീതിന്യായ വ്യവസ്ഥയെപ്പറ്റി ഉണ്ടാവണമെങ്കിൽ സുതാര്യമായ ഒരു അന്വേഷണം വേണം. നമ്മൾ ചോദിക്കുന്ന കാര്യം, ഞങ്ങൾ കുടുംബങ്ങളൊക്കെ ചോദിക്കുന്ന കാര്യം, ഇവിടെ ആരും ശിക്ഷിക്കാൻ ആവശ്യപ്പെടുന്നില്ലല്ലോ. ഇവിടെ ബഹുമാനപ്പെട്ട കോടതിയോട് ആവശ്യപ്പെടുന്നത്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നത്, ഇത് ഒരു സ്വതന്ത്ര ഏജൻസിയെ, കേരളത്തിന് വെളിയിലേക്കുള്ളൊരു ഏജൻസി, CBI പോലൊരു ഏജൻസിയെ ഏൽപ്പിക്കണമെന്ന് പറയുമ്പോൾ ഇവിടെ SIT ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും മുതിർന്ന അഭിഭാഷകനിലൂടെ കൊടുത്തിരിക്കുന്ന ഒരു സത്യവാങ്മൂലമുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം ഞങ്ങളങ്ങ് അന്വേഷിക്കണം. സത്യവാങ്മൂലമാണ് എഴുതി തയ്യാറാക്കിയ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ ഒപ്പിട്ട സത്യവാങ്മൂലമാണ് കൊടുത്തിരിക്കുന്നത്. ഞങ്ങളെല്ലാം അന്വേഷിച്ചോളാം, ഞങ്ങളെ അന്വേഷിക്കാൻ അനുവദിക്കണം, എന്തൊക്കെ പറഞ്ഞു അതെല്ലാം ഞങ്ങൾ അന്വേഷിച്ചോളാം എന്നൊരു സത്യവാങ്മൂലം കൊടുക്കുമ്പോൾ എങ്ങനെ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ ജുഡീഷ്യറിക്ക് പെട്ടെന്ന് അങ്ങ് ഡിസ്കാർഡ് ചെയ്യാൻ പറ്റും? സത്യവാങ്മൂലമാണ് കൊടുക്കുന്നത്. ഞങ്ങൾ എല്ലാം അന്വേഷിച്ചോളാം. ഓക്കെ, ഹോമിസൈഡിൻ്റെ സാധ്യതകൾ അതും ഞങ്ങൾ അന്വേഷിച്ചോളാം. പക്ഷേ എന്താണ് നടക്കുന്നത്? ആ ഇൻക്വസ്റ്റിൽ തന്നെ അറിയാം, മൃതശരീരത്തിൻ്റെ 2 കാലുകളും 2 പാദങ്ങളും നിലത്ത് മുട്ടിയാണ് നിൽക്കുന്നത്. ഏത് ഹോട്ട് കോൺസ്റ്റിറ്റ്യൂഷനും തോന്നും ഒരു ഇതിനകത്തൊരു ദുരൂഹതയുണ്ടെന്ന് തോന്നുമ്പോൾ ഇത് ആദ്യമേ എഴുതിയിരിക്കുകയാണ്, ഇത് ആത്മഹത്യയാണ്. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ചോദിച്ചത് എന്തിനു കൊല്ലണം എന്നാണ് ചോദിച്ചത്. ഒരു പൗരനെ എന്തിനു കൊല്ലണം എന്ന് സമാധാനം പറയണം, എന്തിനു കൊല്ലണമെന്ന് എന്ന് പറയുന്ന ആവശ്യമുണ്ടെങ്കിൽ കൊല്ലാമെന്നാണ്. ഇത്തരം വാദമുഖങ്ങളാണ് അന്വേഷിച്ചത്. അത് ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിനകത്ത് എവിടേക്ക് അന്വേഷണം പോകുന്ന കാര്യം, ഈ 8 മണിക്കാണ് ശ്രീ നവീൻ ബാബു മരണപ്പെട്ട നിലയിൽ അദ്ദേഹത്തിൻ്റെ ഡ്രൈവറും കളക്ടറുടെ ഗൺമാനുമായി ചേർന്ന് കാണപ്പെടുന്നത്. 1 മണിക്കൂർ 40 മിനിറ്റ്, ഒരു 9:40 FIS എഴുതാൻ തുടങ്ങുന്നത്.
10:15 FIR എഴുതുന്നത്. ആ FIR എഴുതുന്ന സമയത്ത് തന്നെ ഇൻക്വസ്റ്റ് ആരംഭിച്ചു. നിങ്ങൾ ഇൻക്വസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും. എങ്ങനെ സാധിക്കും? FIR ഇട്ട് കഴിഞ്ഞിട്ട് വേണമല്ലോ സംഭവ സ്ഥലത്തേക്ക് പോയി ബോഡി കണ്ട് ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ. സൈമിൾട്ടേനിയസ്ലി നടന്നിരിക്കുകയാണ്. ഈ മൊബൈൽ ഫോണുകൾ കണ്ടെടുക്കണമെന്ന് പറഞ്ഞു. കോടതി പറഞ്ഞു മൊബൈൽ ഫോൺ കണ്ടെടുത്തു. കോൾ റെക്കോർഡ്സ് ഞങ്ങൾ പരിശോധിച്ചു. കോൾ റെക്കോർഡ്സ് പരിശോധിച്ചത് കാര്യമുണ്ടോ? ഇത് സൈബർ സെല്ലിൽ അയച്ച് ഈ സൈബർ ഫോറൻസിക് ലാബിൽ അയച്ചാൽ മാത്രമേ ഈ ഫോണുകൾ ആരൊക്കെ ഏതൊക്കെ ആവശ്യത്തിന് ഉപയോഗിച്ചു എന്നറിയാൻ പറ്റത്തുള്ളൂ. പ്രതിയാക്കപ്പെട്ട വ്യക്തിക്ക് ആരൊക്കെ ഫോൺ വന്നു, ആരുടെ കോളൊക്കെ എറാസ് ചെയ്ത് കഴിഞ്ഞു, ആർക്കൊക്കെ മെസ്സേജ് അയച്ചു, സംഭവസ്ഥലം ആരെയൊക്കെ വിളിച്ചു, ആരോടൊക്കെ സംസാരിച്ചു, ദൈർഘ്യം എത്രയായിരുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ ശാസ്ത്രീയമായ തെളിവുകൾ വേണം. CCTV ക്യാമറ എടുക്കണം, ഞങ്ങൾ എടുത്തോളാം. ഫോൺ എടുക്കണം, ഞങ്ങൾ എടുത്തോളാം. പക്ഷേ എടുത്ത സാധനം നിങ്ങൾ എന്ത് ചെയ്തു? അത് ശാസ്ത്രീയമായ വിശകലനത്തിന് വിധേയമാക്കിയോ? ഈ വ്യക്തികൾ ഈ മരണത്തിന് ശേഷം ഈ വ്യക്തികൾ സംശയിക്കപ്പെടുന്ന വ്യക്തികൾ ആരുമായിട്ടൊക്കെയാണ് സഹകരിച്ചത്, സംസാരിച്ചത്? അവരാരുമായിട്ട് ഗൂഢാലോചന നടത്തി? അറ്റ്ലീസ്റ്റ് ഈ പമ്പിൻ്റെ യഥാർത്ഥ ഉടമസ്ഥരാരാണ് എന്ന് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ ഈ സത്യവാങ്മൂലത്തിൽ എവിടെയെങ്കിലും കൊടുക്കുവാൻ ഈ അന്വേഷണ ഏജൻസിക്ക് സാധിച്ചിട്ടുണ്ടോ? അപ്പോൾ ഈ പൊതുജനം നിരാശ്രയമാക്കപ്പെട്ട ശ്രീ നവീൻ ബാബുവിൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ആവശ്യപ്പെടുന്നത് അവരുടെ എല്ലാമായിരുന്ന ശ്രീ നവീൻ ബാബുവിൻ്റെ മരണത്തിൻ്റെ യഥാർത്ഥ കാരണക്കാരെ സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തി തെളിവിൻ്റെ കോടതിയുടെ മുമ്പിൽ കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ അത് വേറെ ആരും വരണ്ട, ഞങ്ങൾ തന്നെ നടത്തിക്കൊള്ളാം എന്നൊരു വാശി എന്തിനാണ്? ഒന്നുമല്ലെങ്കിൽ NGO യൂണിയൻ്റെ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ച വ്യക്തിയല്ലേ ശ്രീ നവീൻ ബാബു? ആ കുടുംബം മുഴുവൻ ഇന്ന് ഭരിക്കുന്ന പാർട്ടിയുടെ മെമ്പർമാരായിരുന്നില്ലേ? അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കുടുംബം മുഴുവൻ ഭരണകക്ഷി പാർട്ടിയുടെ എന്നും അവരോടൊപ്പം നിന്നവരല്ലേ? എന്താണ് ആവശ്യപ്പെട്ടത്? ഒരു അന്വേഷണം മാത്രം. ആരാണോ കുറ്റക്കാർ അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണമെന്നുള്ള പ്രാർത്ഥന മാത്രമല്ലേ ഉള്ളൂ. അവിടെ എന്തിനാണ് ഇത്രമാത്രം ഒരു മസിൽ പിടുത്തമെന്നാണ് സത്യം പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് മനസ്സിലാവാതെ പോകുന്നത്. എന്തോ മറയ്ക്കാൻ ഭാവമുള്ളത് കൊണ്ടല്ലേ മറ്റാരും വരണ്ട, ഞങ്ങളങ്ങ് അന്വേഷിച്ചോളാമെന്ന് പറയുന്നത്? ഈ വ്യവസ്ഥയ്ക്കൊരു ഫെയർ ഇൻവെസ്റ്റിഗേഷൻ, സുതാര്യമായൊരു ഇൻവെസ്റ്റിഗേഷൻ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം എല്ലാവർക്കും വളരെ സുവ്യക്തമാണ്. അധികാര തലത്തിലേക്കുള്ള സ്വാധീനം എത്രയാണെന്ന് വ്യക്തമാണ്. ഈ കണ്ണൂരിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന സ്ഥാനം മാത്രമേ പോയിട്ടുള്ളൂ. ബാക്കി ഔദ്യോഗിക സ്ഥാനങ്ങൾ ഇപ്പോഴും വഹിക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്തിൻ്റെ ഔദ്യോഗിക സ്ഥാനം ഈ ജാമ്യം കിട്ടിയതിന് ശേഷം അവർക്ക് ചാർത്ത കൊടുക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ സങ്കീർണമായ രാഷ്ട്രീയ ബന്ധങ്ങൾ കണ്ണൂരിലും കണ്ണൂരിൻ്റെ വെളിയിലും കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിലുമുള്ള വ്യക്തികൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ രാഷ്ട്രീയ സാഹചര്യത്തെ മനസ്സിലാക്കുവാൻ നീതിപീഠങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന് വരുന്നെങ്കിൽ അതൊരു ശരിയായ കീഴ്വഴക്കമായിരിക്കുമോ? ഒരു സാധാരണ മനുഷ്യനിലെ അപ്രിഹെൻഷൻ, ഭയം, അത് മാറ്റുവാനുള്ള ഒരു ശ്രമം നമ്മുടെ നീതിന്യായ പീഠങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ സാധാരണക്കാരനും ഒരു നീതി നിഷേധമുണ്ടായാൽ അത് നിഷ്പക്ഷമായി അന്വേഷിക്കപ്പെടും. എന്തുമാകട്ടെ ഫലം, കൊലപാതകമാകട്ടെ, ആത്മഹത്യയാകട്ടെ, ആത്മഹത്യാ ശ്രമമാകട്ടെ, അല്ല ആത്മഹത്യാ പ്രേരണയാകട്ടെ, അതിലൊരു ഫെയർ ഇൻവെസ്റ്റിഗേഷൻ എന്ന ഒരു സാധാരണ പൗരൻ്റെ അവകാശം നിഷേധിക്കപ്പെടുകയാണ് എങ്കിൽ നമ്മുടെ സംസ്ഥാനം, നമ്മുടെ രാജ്യം അത് നയിക്കപ്പെടുന്നത് അരാജകത്വത്തിലേക്കാണ്, സാധാരണ മനുഷ്യൻ്റെ അവകാശങ്ങളുടെ ലംഘനങ്ങളിലേക്കാണ് എന്ന് സൂചിപ്പിക്കുവാൻ ഈ നിമിഷം ആഗ്രഹിക്കുകയാണ്. അഡ്വക്കേറ്റ് പ്രമോദ്, നവീൻ ബാബുവിൻ്റെ കുടുംബത്തെ ഇങ്ങനെ കഷ്ടപ്പെടുത്താതെ മറക്കാനൊന്നുമില്ലെങ്കിൽ, അല്ലെങ്കിൽ പാർട്ടിയിലെ ഉന്നതരെ സംരക്ഷിക്കാനില്ലെങ്കിൽ അല്ലേ സ്റ്റേറ്റ് സ്വന്തം നിലക്ക് CBI അന്വേഷണം ആവശ്യപ്പെടേണ്ടതല്ലേ? അവിടെ പോലും നമ്മുടെ സംശയങ്ങൾ അത് കൃത്യമായിട്ട് അത് ബലപ്പെട്ട് വരികയാണ്. അങ്ങനെ തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? നമ്പ്യാർജി, ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കൂ. കാരണം അവരുടെ കൂട്ടത്തിൽ ഒരാള് ഇതിൽ കുറ്റകൃത്യത്തിൽ പങ്കാളിയാണ്. അത് അന്വേഷണത്തിൽ വന്നാൽ കൂടുതൽ ആളുകൾ പെടുമെന്ന് കണ്ടാൽ ഏത് ഗവൺമെന്റ് ആണ് ഇതിനെ അനുകൂലിക്കുക? നിങ്ങളൊരു കാര്യം കൂടി മനസ്സിലാക്കണം. കേരളത്തിലെ ഓരോ ജില്ലകളിലും ഭൂമാഫിയ ഗ്രൂപ്പുകളുണ്ട്. ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ തലപ്പത്തിരുന്ന ഒരാളാണ്. ഞാനിപ്പോ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഈ പറയുന്ന വ്യക്തി
AKG സെന്ററിലെ സെക്രട്ടറിയോ എന്തോ ആയിരുന്നു. ആ, അപ്പൊ തന്നെ അതെ. മനസ്സിലാക്കി കൂടെ ഓരോ ജില്ലയിലും ഇപ്പൊ എന്റെ തൃശ്ശൂർ ജില്ലയിൽ എനിക്ക് എടുത്തു പറയാം, റവന്യൂ മിനിസ്റ്റർ രാജനാണെങ്കിലും അയാൾക്ക് പോലും ഒരു സ്റ്റോപ്പ് അതിന് ഈ അഴിമതിക്ക് ഒരു സ്റ്റോപ്പ് വെക്കാൻ പറ്റില്ല. കാരണം ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ ടേക്കപ്പ് ചെയ്ത ഒരുപാട് വിഷയങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിലെന്താ, ഇവരെല്ലാം ഒത്തുകളിയാ. ഹൈക്കോടതിയിൽ ഞാൻ ആ കാര്യത്തിൽ ആ യങ്സ്റ്റർ ആയിട്ടുള്ള പ്രസിഡന്റിനെ, ഹൈക്കോടതി പ്രസിഡന്റിനെ, എനിക്ക് വളരെ നല്ലൊരു വക്കീലാണ് അദ്ദേഹം. ഫൈറ്റ് ചെയ്ത് അവിടെയും ഉണ്ട് ഒരു വൈറ്റ് കോളർ കൊട്ടേഷൻ ഗ്രൂപ്പ്, ഈ പറയുന്ന പോലെ എല്ലാത്തിനും ഒരു ചട്ടുകം പോലെ വരിക്കുന്നത്. സാധാരണക്കാരന്റെ ഇപ്പൊ കുറച്ചു നേരത്തെ സംസാരിച്ച ആ ഒരു ജ്യേഷ്ഠന്റെ വർത്താനം ഞാൻ ശ്രദ്ധിച്ചു. സാധാരണക്കാരന്റെ അവസാന അത്താഴം, അവസാന ആശ്രയം ഈ കോടതികളാണ്. അത് മനസ്സിലാക്കണം. ഇവിടുത്തെ ഓരോ ജഡ്ജിമാരും, ഇവിടെ ഇരിക്കുന്ന ഓരോ വക്കീലന്മാരും, ഓരോ പ്രോസിക്യൂട്ടർമാരും, അവിടെ നീതി നിഷേധിക്കപ്പെട്ടാൽ ഇനി ഈ നാട്ടിൽ എന്ത് വിചാരിച്ചിട്ടും കാര്യമില്ല. നിങ്ങൾ എഴുതി വെച്ചോളൂ ഇതിന്റെ അന്വേഷണം. ഞാൻ ആ ഒരു പ്രതീക്ഷയിലാണ്. അഭയ കേസ് പോലെ ഇതും വരും ഒരു കാലത്ത്. ഇതുപോലെ ഫൈറ്റ് ചെയ്തല്ലേ അത്, ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവസാനം നമ്മൾ കണ്ടില്ലേ, സത്യം മറച്ചു വെക്കാൻ പറ്റില്ല. ഇതില് എന്റെ അഭിപ്രായത്തിൽ അവർക്ക് വേണ്ട സാമ്പത്തിക സഹായം ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ ഇത് മുൻകൈ എടുത്ത് ആ പാവപ്പെട്ട അമ്മയ്ക്കും 2 പെൺകുട്ടികളും, എത്ര പേർക്ക് പറ്റും നമ്പ്യാരെ, ഡൽഹിയിൽ പോയി സുപ്രീം കോടതി അഭിഭാഷകരെ കണ്ട് അവരുടെ റെമ്യൂണറേഷൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് ഈസി, മനസ്സിലായില്ലേ? അവിടെയാണ് നമ്മളൊരു കൈത്താങ്ങായിട്ട് ഈ കള്ളത്തരം പുറത്തു വരണമെങ്കിൽ ആത്മാർത്ഥമായിട്ടാണ് ഇതിലെ പ്രതിപക്ഷങ്ങൾ BJP ആയാലും കോൺഗ്രസ് ആയാലും നിന്നെങ്കിൽ ആ അമ്മയ്ക്ക് വേണ്ട, അമ്മയ്ക്കും മക്കൾക്കും വേണ്ട എല്ലാ സഹായം ചെയ്തു കൊടുക്കണം. നിങ്ങൾ ഒരു കാര്യം കൂടി എഴുതി വെച്ചോളാം നമ്പ്യാരെ, ഈ പെട്രോൾ പമ്പ് ഇത് കണ്ടുപിടിക്കാൻ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റിന് പറ്റില്ലേ? ഇതിന്റെ പിന്നില് BJP ഇതിൽ കുറെ പ്രസ്ഥാനങ്ങളൊക്കെ ഇറക്കിയവരല്ലേ, അവര് വിചാരിച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതാരാണ് ഈ പെട്രോൾ പമ്പ്? ഞാൻ മനസ്സിലാക്കിയത് ഇപ്പൊ പറഞ്ഞത് വെച്ചിട്ട് ഒരു പെട്ടിപ്പീഡിയ നടത്താനുള്ള സാമ്പത്തിക സ്ഥിതിയില്ല. ഇത് കണ്ടുപിടിക്കണം. ഇതുപോലെയാണ് ഓരോന്നിലും. നിങ്ങൾ ഓരോന്നും മനസ്സിലാക്കിക്കോളൂ. വികലാംഗരുടെ പേരിലുള്ള പെട്രോൾ പമ്പാണ് ഈ കരുവന്നൂർ കേസിലെ മുഖ്യ പ്രതി നടത്തിക്കൊണ്ടിരിക്കുന്നത്, വികലാംഗനെ അലൗട്ട് ചെയ്തത്. അപ്പൊ അതുപോലെ അഴിമതികൾ നടക്കുന്ന നാളെയുമാണ്. ഇനി ഇതിനെല്ലാം ചുക്കാൻ പിടിക്കാൻ ഞാൻ പറയുന്നില്ല, എനിക്ക് അറിയാത്തൊരു കാര്യം പറയുന്നത്, മുഖ്യമന്ത്രി ഇത് നേരിട്ട് അറിയുള്ളൂ, അതെനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഒരു സംഘം, വൈറ്റ് കോളർ കൊട്ടേഷൻ സംഘം, അത് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവരാണ് ഇതിന്റെ പിന്നിൽ മുഴുവൻ. അദ്ദേഹം ചോദിച്ച പോലെ ആ അമ്മയ്ക്കും മക്കൾക്കും വേണ്ടത് ആകെ എന്താ? ഒരു അന്വേഷണം. അതിനെ തടസ്സം നിൽക്കാതെ അത് CBI അന്വേഷിക്കട്ടെ, കുറ്റക്കാരാണെങ്കിൽ കണ്ടുപിടിക്കട്ടെ എന്ന് പറയാനുള്ള ആർജവം വേണം. അതാണ് സത്യസന്ധരായ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യേണ്ടത്. ഒരുപാട് പേരോട് ഞാൻ സംസാരിച്ചു, എല്ലാവർക്കും ഇതേ ദുഃഖം തന്നെ പറയാറുള്ളൂ. അതുപോലെ തന്നെ ഏറ്റവും ഞാൻ പറഞ്ഞല്ലോ, ദയനീയമായി തോന്നിയത് ആ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള സ്വീകരണ. അത് തന്നെ കാണിക്കുന്നത് ഇവരുടെ ഈ മുഷ്കാണ്. അത് ഒരു കാലത്ത് ജനം മനസ്സിലാക്കും. അല്ല വക്കീലെ, അങ്ങനെ സ്വീകരണം കൊടുത്തില്ലെങ്കിൽ പണി കിട്ടും, അവർക്കറിയാം കൃത്യമായിട്ട്. അതുകൊണ്ടാണ് സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ തന്നെ പോയി സ്വീകരിച്ചത്. അന്തർധാര സജീവമാണ്. CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം. ഈ നേരത്തെ പറഞ്ഞ ഭൂമാഫിയ ഉണ്ടല്ലോ, ലാൻഡ് മാഫിയ, അതിനെക്കുറിച്ച് അന്വേഷിക്കണം. അല്ല, ഇതേ ഞാൻ പറഞ്ഞേ. ഇതില് ആ സ്ത്രീ വന്നപ്പോ പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് അവര് കാരണം ആന്തൂരിലെ സാജൻ തൂങ്ങി മരിച്ച കഥ. മനസാക്ഷി ഇല്ലാത്തവരുടെ എന്ത് സംഭവിച്ചു? അതായത് ഞാൻ പറഞ്ഞേ, ഈ നാട്ടിൽ ഇത് കാണുന്നത്, ഇത് ജനം കാണണം, ജനം തിരിച്ചറിയണം. എന്നിട്ട് ജനം ഇനി ഒരു അവസരം കിട്ടുമ്പോൾ ഈ മണ്ടത്തരത്തിനും ഹിറ്റിന് പിന്നാലെ പോവാതെ കൃത്യമായി ഇവരെ എല്ലാവരെയും പിടിക്കണം. ഈ പ്രതിപക്ഷത്ത് ഇരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, 2 ദിവസവും 3 ദിവസത്തേക്ക് അല്ല, ഇതിന് പിന്നാലെ നിന്ന് വേണ്ട സാമ്പത്തിക ലീഗൽ സഹായം. വക്കീലെ, വിഷമത്തോടെ പറയട്ടെ, ഈ സ്വയം വിമർശനാത്മകമായിട്ട് തന്നെയാണ് പറയുന്നത്. പുതിയ വാർത്തകൾ വരുമ്പോൾ അതിൻ്റെ പിറകെ പോകുന്നു. ഇതിനൊരു അന്തവും ഇല്ലാതെ ഇങ്ങനെ പോവുകയാണ്. ഇനിയിപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുന്നതോടെ അവിടെ അവസാനിക്കുന്നു. അല്ലെങ്കിൽ നവീൻ ബാബുവിൻ്റെ കുടുംബം
ഉന്നത നീതിപീഠത്തിൽ പോരാട്ടം തുടരണം. അപ്പോഴും ആ തുടക്കത്തിലുള്ള ഗൗരവം ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ഇതിലൊരു കാര്യം പറയാം. ഇപ്പൊ റിപ്പോർട്ടർ ചാനൽ ഒരു കാര്യം ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ നിങ്ങൾ ഏറ്റെടുക്കണം. അതാണ് എന്റെ റിക്വസ്റ്റ്. കാരണം ഇത് ആരെങ്കിലും ഒരാളെ ഏറ്റെടുത്താൽ ഇതിന്റെ അറ്റമെത്തും. ഇതെന്താന്ന് വെച്ചാൽ ഈ പാവം പിടിച്ച അമ്മയും 2 പെൺമക്കളും നമ്പ്യാരൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ കുടുംബത്താണ് ഇത് പറ്റിയെന്ന് വെച്ചാൽ ഞാൻ വിശ്വസിക്കുന്നില്ല സുപ്രീം കോടതിയിലെ ഓരോ സീനിയർ അഭിഭാഷകര് വേണമെന്ന് പറയുന്നത് അവിടെ ഫേസ് വാല്യൂ ഇസ് വെരി ഇമ്പോർട്ടന്റ്. അതിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. അതുപോലും ശരിയല്ല എന്ന ചിന്താഗതിയുള്ള ഒരാളാണ് ഞാൻ. ജുഡീഷ്യറിയിൽ അതുപോലും പാടില്ല. പക്ഷെ എന്നാലും ഒരു ഫേസ് വാല്യൂ വേണം, എന്നാലേ ഒരു നോട്ടീസും. അല്ല, അതാണ് പാർട്ടി കുടുംബത്തിൽപ്പെട്ടവരോട് പോലും ആ ഒരു അനുഭാവം കാണിച്ചില്ല എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ NGO യൂണിയനിൽ സജീവമായി പ്രവർത്തിച്ച നവീൻ ബാബു മാത്രമല്ല, മഞ്ജുഷയുടെ കുടുംബം എല്ലാവരും പാർട്ടിയിൽ വിശ്വാസം അർപ്പിച്ച് പോന്ന ആളുകളാണ്. പക്ഷെ എന്നിട്ട് പോലും അവരോട് പോലും കരുണ കാണിച്ചില്ല എന്നുള്ളതാണ്. അതാണ് ഏറെ ദുഃഖിപ്പിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ സത്യസന്ധരായ സഹാക്കൾ ആ കുട്ടികൾക്കും ആ അമ്മയ്ക്കും വേണ്ട സാമ്പത്തിക സഹായം ചെയ്യുമെന്ന് ഞാനൊരു വിശ്വസിക്കുന്നു. കാരണം ഞാൻ മനസ്സിലാക്കിയത് ഇപ്പൊ ആരൊക്കെയോ തുറന്നു പറഞ്ഞു തുടങ്ങി ഇത് കുറെ പേര്. അപ്പൊ ഞാൻ കണ്ടു അദ്ദേഹം ഈ മരിച്ച സമയത്ത് ഏറ്റവും ശക്തമായി സംസാരിച്ച ഒരാളാണ്. ഇപ്പൊ എന്തോ സ്ഥാനം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ ഒരു വ്യക്തി, എനിക്ക് അദ്ദേഹത്തിന്റെ പേര് ഓർമ്മയില്ല, പത്മകുമാർ. അതുപോലെയുള്ളവരൊക്കെ സംസാരിച്ചത് കൊണ്ടാണ് ആദ്യകാലങ്ങളിൽ പാർട്ടി തള്ളിപ്പറയേണ്ടി വന്നത് ഈ ദിവ്യനെ. അല്ലെങ്കിൽ അതും പറയില്ലായിരുന്നു. അപ്പൊ പത്തനംതിട്ട ജില്ലയിലെ സത്യസന്ധരായ, പത്തനംതിട്ട ജില്ലയിലല്ല കേരളത്തിലെ സത്യസന്ധരായ സഖാക്കൾ ഈ പാവം പിടിച്ച അമ്മയ്ക്കും 2 മക്കൾക്കും കൂടെ നിൽക്കണം. ഇതുപോലത്തെ കള്ളികളെയും ഇതുപോലത്തെ അഴിമതിക്കാരെയും സപ്പോർട്ട് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. ഓക്കെ, എന്തായാലും സുപ്രീം കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ അനുകൂലമായിട്ടുള്ളൊരു വിധി ഉണ്ടാകും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഒരു പെട്രോൾ പമ്പിനെ ചുറ്റിപ്പറ്റിയുള്ള കെട്ടുകഥകൾക്കപ്പുറം നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ചില വസ്തുതകളുണ്ട്. അത് നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ടു. കണ്ണൂരിലും കാസർഗോഡുമായി പ്രവർത്തന മേഖല വ്യാപിച്ചു കിടക്കുന്ന പാർട്ടി നിയന്ത്രണത്തിലുള്ള ഭൂമാഫിയയിലേക്ക് ഇറങ്ങാതെ പ്രത്യേക അന്വേഷണ സംഘം എങ്ങനെ കുറ്റപത്രം സമർപ്പിക്കും? ജനം ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.